നഗരത്തിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് എത്തുന്ന ബസ്സിലാണ് അവൾ അരശിൻമൂട്ടിൽ വന്നിറങ്ങുക. ബസ് ഇറങ്ങിയ ശേഷം പഞ്ചായത്ത് റോഡിലൂടെ അവൾ നേരെ നടക്കും. പൊതുവെ ആൾപെരുമാറ്റം കുറഞ്ഞ സ്ഥലമാണത്. അവളുടെ കൂടെ നടക്കാൻ ആരും ഉണ്ടാവില്ല. വളവ് കഴിഞ്ഞാൽ പിന്നെ വിജന പ്രദേശമാണ്. കുറച്ചു ചെല്ലുമ്പോൾ ഒരു വശത്തായി കരിമ്പിൻ കാട്. ഈ കരിമ്പിൻ കാടിനടുത്താണ് പാതാളക്കയം. കരിമ്പിൻ കാട് കഴിയും മുമ്പേ കത്തി അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കണം. ശരീരം പാതാളക്കയത്തിലേക്ക് വലിച്ചെറിയണം. ഇതിൽ തന്നെ വേറെ ഡിസൈൻ ഉണ്ട്, നോക്കാം. വേണ്ട, ഇത് തന്നെ മതി, പാക്ക് ചെയ്തോളൂ. അശ്വതി, ഇതാ അവിടെ എന്താ വേണ്ടോ നോക്കിയേ. ഇത് പാക്ക് ചെയ്തോളൂ. എന്താ വേണ്ടേ? ആദ്യം ജീൻസ് വേണം, 6 വയസ്സുള്ള കുട്ടിക്ക്. അശ്വതി, ഞാനൊന്ന് ആശുപത്രി പോയി അമ്മയ്ക്ക് ചോറ് വാങ്ങി കൊടുത്തിട്ട് വരാം. എന്റെ വശം കൂടി ഒന്ന് നോക്കണേ. ഓ ശരി. മറ്റാരും അറിയണ്ട, ഞാൻ ഇപ്പൊ വരാം. വേറെ കളർ എടുക്കണോ? എന്താടി ഇത്? വെറും ചോറേ ഉള്ളോ? വെറും ചോറല്ല, ഒരു കറിയുണ്ട്. അവൾക്ക് കൂട്ടാനും കറിയൊക്കെ വെക്കാൻ സമയം എവിടെ? കാലത്തെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടേ കടയിലേക്ക് വരാൻ? നിന്റെ അമ്മയ്ക്ക് കുറവൊന്നുമില്ല അശ്വതി. എഴുന്നേറ്റ് നടക്കാനാവുമായിരുന്നെങ്കിൽ അമ്മ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ലായിരുന്നു. നിന്റെ ഒരു തലയിലെടുത്ത്
രാഘവൻ ചേട്ടാ, ഇന്നലെ കൊണ്ട് അരി മൊത്തം കല്ലും മണ്ണുവാ. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റുമോ? അത് ആന്ധ്രക്കാരന്റെ അരിയാ. അരിയില്ലേ കല്ലല്ലാതെ കാഞ്ഞിരക്കുറ്റി ഇടാൻ പറ്റുമോ? രാഘവണ്ണ, കൂടുതൽ വർണ്ണിക്കൊന്നും വേണ്ട, വേഗം സാധനം തൂക്കി കൊടുക്ക്. 30 രൂപ കൊടുക്ക്. ഓ ദാ ദാ എന്താ മോളെ, എന്താ വേണ്ടേ? 1 കിലോ പഞ്ചസാര വേണം, ആ, പിന്നെ 1 പാക്കറ്റ് ഉപ്പും ഓ, കുറച്ച് മുളകും കൂടി. ആ. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പൈസ കൊണ്ടുവരാൻ പറ്റിയില്ല. മോളോട് ഇവിടെ ആര് പൈസ ചോദിച്ചു? നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ. എന്തായാലും പണം കിട്ടുമ്പോ നീ തരുമെന്ന് എനിക്കറിയാം. രാഘവണ്ണ, ആ. ഈ കൊച്ചിന് പറഞ്ഞതൊക്കെ എടുത്തു കൊടുത്തേ. അതിന് രാത്രി ഒറ്റയ്ക്ക് പോവാനുള്ളതാ. ആ. ആ കുട്ടാപ്പു, നീ ഇവിടെ ഉണ്ടായിരുന്നോ മോനെ? എടാ, നിന്നോട് ഞാൻ കടയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിന്നെ ഇന്ന് ഞാൻ എന്താ അങ്കിളേ ഇത്? വീട്ടിൽ എത്ര നേരം വെച്ച് അടച്ചിരിക്കുക? അവൻ വന്നോട്ടെ, ഈ ലോകം ഒക്കെ കാണട്ടെ. കുട്ടാപ്പു, മോൻ ചേച്ചി എഴുതാനതൊക്കെ പഠിച്ചോ? മിടുക്കൻ. ചേച്ചി ഇനി കുട്ടാപ്പുവിനെ പുസ്തകം വായിക്കാൻ കൂടി പഠിപ്പിക്കും. നോക്കിക്കോ. എടി പെണ്ണേ, വരാം. ഇന്നാ നീ പറഞ്ഞ സാധനങ്ങള്. ചേച്ചി പോട്ടെ മോനെ. അയ്യോ, ചേച്ചിയുടെ അമ്മ കാത്തിരിക്കും മോനെ. എടാ, ആ പെണ്ണിനെ ശല്യപ്പെടുത്താതെ പോടാകത്ത്. അവനോട് ദേഷ്യപ്പെടാതെ അങ്ങളെ. പോട്ടേടാ, പോട്ടെ അങ്ങളെ. എടി പെണ്ണേ, നിനക്ക് കൂട്ടുവാണോ വീട്ടിലോട്ട് പോകാൻ? വേണ്ട. ഓ, അല്ലാതെ ഞാൻ നിന്റെ കൂടെ വരുന്നതിൽ നിനക്ക് ഒരു നാണക്കേടും വേണ്ട. മുറ വെച്ച് നോക്കിയാലേ ഞാൻ നിന്റെ ആരാ? അല്ല, ആരാണ്? ഓ, നിന്റെ തണ്ട. അമ്മേ, എന്താ അമ്മ ഇത്? അമ്മയോട് ഞാൻ എന്നും പറയണതല്ലേ വെളിയിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കരുതെന്ന്. തണുത്ത കാറ്റടിച്ച അസുഖം കൂടില്ലേ? ഓ, എനിക്കിനി എന്തു കൂടാനാ മോളെ? നേരെ ഇരുട്ടി തുടങ്ങിയ മനസ്സിനൊരു അങ്കലാപ്പ. പിന്നെ നിന്നെ കാണാതെ ഒരു സമാധാനവും ഇല്ല. കിടക്കാൻ വയ്യ, ഇരുന്ന ഇരിപ്പ് ഉറക്കില്ല. എന്താ അമ്മേ, എത്ര ഇരുട്ടിയാലും ഞാനിങ്ങ് പോരില്ലേ? നീ ഒറ്റയ്ക്കല്ലേ മോളെ? ഈ കണ്ട വഴിയൊക്കെ സഞ്ചരിച്ചു. അതിനെന്താ അമ്മേ, എനിക്ക് നന്നായി അറിയാവുന്ന നാടല്ലേ, ഞാൻ അറിയുന്ന ആൾക്കാരും അല്ലേ. എന്നെ പറ്റി എന്ത് പേടിക്കാനാ? അമ്മ ഇങ്ങ് അകത്ത് വാ, ഞാൻ നല്ലൊരു കട്ടനിട്ടുതരാം. അത് കുടിച്ചു തീരുമ്പോഴേക്കും മേല് കഴുകി വന്ന് ഞാൻ കഞ്ഞി ഉണ്ടാക്കി തരാം. ഓ, കട്ടനൊന്നും വേണ്ട. നീ മേല് കഴുകി വാ, നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അതെല്ലാം ഞാൻ തീരുമാനിക്കും. അമ്മ മേലനങ്ങാതെ ഒരിടത്ത് ചുമ്മാ കിടന്നാ മതി. ഞായറാഴ്ച ആവട്ടെ, അമ്മയ്ക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ ഞാൻ അത് ഉണ്ടാക്കി തരും. അമ്മയ്ക്ക് എന്താ ഇഷ്ടം? ഇത് തന്നെ. ഇത്രയെങ്കിലും കഴിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് എന്താ രുചി തോന്നുന്നില്ലേ? ഒരിഷ്ടം അമ്മ പറയുന്നില്ലല്ലോ. എന്റെ മോൾ എന്തുണ്ടാക്കി തന്നാലും അതെനിക്കിഷ്ടം. എനിക്കും കൂടി സഹായിക്കാൻ കഴിയാത്തതിന്റെ വിഷമമേ ഉള്ളൂ. അതാണ് കാര്യം. അമ്മയ്ക്ക് സഹായിക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്മയുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നില്ല. നീ വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കു പെണ്ണേ. ഓരോ ക്ലാസ്സിലും 1ാം റാങ്ക്. ടീച്ചർമാർക്കൊക്കെ എന്ത് പ്രതീക്ഷയായിരുന്നു. എന്നിട്ടും എന്റെ കുട്ടിയുടെ വിധി ഇതായി പോയല്ലോ. ഞാനൊരു മഹാപാപി തന്നെ. അമ്മ പിന്നെയും തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ, എന്നെ സംബന്ധിച്ച് ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന്. കുറെ കാശ് കിട്ടിക്കഴിഞ്ഞാ വലിയ ചികിത്സ നടത്തി അമ്മ ഞാൻ സുഖപ്പെടുത്തും. പിന്നെ ഞാൻ പഠിത്തം തുടരും. പോരെ? എന്റെ അസുഖം മാറിയിട്ട് നീ പഠിക്കാനിരുന്ന അതേത് കാലത്ത് നടക്കുമ്പോൾ എന്നാ വേണ്ട, കുറച്ച് കഴിയട്ടെ, ഞാൻ ഈവനിങ് ക്ലാസ്സിന് പൊക്കോളാം. കണക്കായി.
ഇപ്പൊ തന്നെ രാത്രി നീ വരുന്നത് വരെ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഈവനിങ് ക്ലാസ് കൂടി ആയാലും. അമ്മയ്ക്കറിയാമോ, സാർ എന്നെ മാത്രമാ ഇത്രയും നേരത്തെ വിടുന്നത്. പിന്നെ വിടണ്ടേ? ഇന്നും കാലത്ത് ആദ്യം എത്തുന്നത് മോളല്ലേ. എത്രയാളിന്റെ പണിയാ നീ എടുക്കുന്നേ? ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവം അയാളോട് പൊറുക്കില്ല. മോൾ ഉറങ്ങിക്കോ. നേരം വിളക്കുന്നതിന് മുമ്പ് ഉണരാനുള്ളതല്ലേ. എന്താ വേണ്ടത്? ഒരു ഹാൻഡ് കർച്ചീഫ് വേണം. കർച്ചീഫ് ദേ അവിടെ. കർച്ചീഫിന് ദേ അങ്ങോട്ട് ചെന്നാ മതി. അല്ല, കർച്ചീഫ് പിന്നെ മതി. ഇപ്പൊ ഷർട്ട് നോക്കാം. ഫുൾ സ്ലീവോ ഹാഫോ? ഏതായാലും മതി. ഇതാ ഈ കളർ മതിയോ? അശ്വതി, ദേ നീ അങ്ങോട്ട് ചെല്ല്, ഇവിടെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ എന്താ വേണ്ടത്? കുട്ടാപ്പൊന്ന് നേരത്തെ എത്തിയല്ലോ. എന്ത് ചെയ്താലും അവൻ വീട്ടിൽ ഇരിക്കില്ല. തള്ള ഇവിടെ കൊണ്ടാക്കിയിട്ട് പോവും. അവൻ ഇവിടെ ഇരിക്കട്ടെ അങ്ങളെ, ആളുകളുമായി ഒന്ന് ഇടപഴകട്ടെ. ദാ മോനെ, ചേച്ചി നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങളെ 2 കിലോ ചമ്പാവരി വേണം. പിന്നെ തേയില 1/4 കിലോ, ഉള്ളി 1/2 കിലോ, പിന്നെ ഒരു വാഷിംഗ് സോപ്പ് കൂടി. ഓ, അരി എന്തിനാ മോളെ 2 കിലോ ആക്കുന്നേ? ഒരു 5 10 കൊണ്ടുപോയിക്കോ. കാശ് കിട്ടുമ്പോ തന്നാ മതി. അയ്യോ, അത് വേണ്ട അങ്ങളെ, എല്ലാം കൂടി വലിയ തുകയാവും. ഞാൻ പിന്നീട് വാങ്ങിക്കൊള്ളാം. നീ ചുമ്മാ അരി വേണേ. ഏതായാലും ഒരു 5 കിലോ കൊണ്ടുപോയിക്കോ. എപ്പോഴെപ്പോഴും കയറി നടക്കണ്ടല്ലോ. രാഘവണ്ണ, ഒരു 5 കിലോ അരി കൊടുത്തേ. നിനക്ക് സഹായം വല്ലതും വേണോ? ഒരു സഞ്ചി വേണമെങ്കിൽ ഞാൻ പിടിച്ചോളാം. വേണ്ട. നീ എന്നോട് ഇങ്ങനെ കറിവ് കാണിക്കേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞു വരുമ്പോ എന്റെ മുറപ്പെണ്ണാ നിന്റെ അമ്മ. അത് നിന്റെ തള്ള നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതാ നിനക്കെന്നെ പിടിക്കാത്തത്. എടി പെണ്ണെ, നിന്റെ അമ്മ പാർവതി എന്നെ കെട്ടിയിരുന്നെങ്കിൽ നീ എന്റെ ആരാഗമായിരുന്നു? എന്റെ മോളെ. അപ്പോ ഞാൻ നിന്റെ തന്ത. ഒരു തന്തയോട് മോൾ ഇങ്ങനെ പെരുമാറുമോ? ഇല്ല. മാമ, ഞാൻ പോകുന്നു. അമ്മ വീട്ടിൽ അന്വേഷിക്കും. അതിന് നീ പൊയ്ക്കൊണ്ടിരിക്കോ? നിന്നെ ഞാനോട്ട് തടഞ്ഞിട്ടുമില്ല. ഇപ്പോ നീ എന്നെ മാമാന്ന് വിളിച്ചു. പക്ഷെ നീ എന്നെ വിളിക്കേണ്ടത് അച്ഛന്നാ. നിന്റെ അമ്മ എന്നെ കെട്ടിയിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കൂലായിരുന്നു. നിനക്കിങ്ങനെ ഇളം പരുവത്തിൽ പണിയെടുത്ത് ചങ്ക് വെള്ളമാക്കേണ്ട കാര്യമുണ്ടായിരുന്നു? നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കൂലായിരുന്നോ? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലേ എന്റെ പണി ഇനിയും കൂടിയേനെ. മാമന്റെ ചെലവിനുള്ളതും കൂടെ ഞാൻ കണ്ടെത്തണ്ടേ? മാമൻ കുനിഞ്ഞൊരു കുപ്പ എടുക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ശരി, നിനക്കെന്നെ പറ്റിയുള്ള മതിപ്പ് കൊള്ളാം. അല്ല, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. മുള്ളിന്റെ ചോട്ടില് മുള്ളല്ലേ കിളിക്കൂ. മാനം മര്യാദയ്ക്ക് ജീവിക്കാതെ ആരാന്റെ പിറകെ പോയിട്ട് വയറും വീർപ്പിച്ച് അവളിഞ്ഞ് പോന്നില്ലയോ? ഒരു പട്ടിയെങ്കിലും അവളെ അന്വേഷിച്ചു വന്നോ? ബന്ധു എന്ന് പറയും ഇപ്പാക്കലിനല്ലാതെ വേറെ ആരുണ്ട്? മാമ, ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. മാമനെ തോർത്ത് വിഷമിക്കണ്ട. ഇനി ഈ പഴങ്കഥയും പറഞ്ഞോണ്ട് വന്നാ പിന്നെ മാമനെന്നുള്ള സംബോധന ഞാനങ്ങ് മാറ്റും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, ആ പറഞ്ഞതിന്റെ അർത്ഥം അവളെന്നെ അടിക്കുന്നില്ലയോ? അവനൊരു കഥയില്ലാത്ത വായി നോക്കി അവൻ പറയുന്നത് കേട്ട് നീ ഇങ്ങനെ ഇളകിയാൽ എങ്ങനെയാ മോളെ? പറയേണ്ടതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറയുന്നില്ല. അത് പക്ഷെ മനഃപൂർവ്വമായിരുന്നില്ല. ഇവനിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേട്ടില്ല എന്നടിക്കുക, അത്ര തന്നെ. അശ്വതി,
ദേ വരുന്നുണ്ട് നിന്റെ റോമിയോ. എന്താ വേണ്ടത്? പാന്റിന്റെ തുണി വേണം. പാൻസ് അതാ അവിടെ. എന്നാ പിന്നെ ഇപ്പോ ഷർട്ട് മതി. അതാ വേണ്ടത്. ഇതോ? ആ, ഇനിയും വേണം അതിന്റെ മുകളിൽ. ആ, ഇതാണോ? അതെ അതെ. ആ റോ മൊത്തം. ആ, ഏതാ വേണ്ടത്? ഇനിയും കാണണോ? അശ്വതി, ഇതാര്? അങ്കിളോ? വരൂ വരൂ, ഇരിക്കൂ. വിശാലൻ ചക്കുളത്ത് കാവി പോയിട്ട് വന്നപ്പോ കുറച്ച് പ്രസാദം നിനക്ക് തരണമെന്ന് പറഞ്ഞു. നീ ഇനി കടയിൽ വരുന്നവരെ കാത്തിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങ് കൊണ്ടുവന്നു. തന്നെയുമല്ല, നിന്റെ അമ്മ എനിക്കൊന്ന് കാണുകയും വേണം. അമ്മ കിടപ്പില. വാ അങ്കിളെ, കാണാം. അങ്കിൾ ഇരിക്കേ. അമ്മേ, ഇതാരാണ് നോക്കിയേ? രാജശേഖരൻ പിള്ള അങ്കിള്. വേണ്ട, കിടന്നോളൂ. മോള് സാറിനെ പറ്റി ധാരാളം പറയാറുണ്ട്. ഞങ്ങളുടെ ഈ കഷ്ടപ്പാടില് സാറാണ് ഒരു ആശ്വാസം. മോൾക്ക് ദൈവത്തെ പോലെയാ. ഓ, അങ്ങനെയൊന്നുമില്ല. ഛേദമില്ലാത്ത ചില ഉപകാരങ്ങൾ ചെയ്യുന്നു, അത്രമാത്രം. മനുഷ്യന്മാര് തമ്മില് അങ്ങനെയൊക്കെ വേണ്ടേ? അത് ശരിയാ. പക്ഷേ അങ്ങനെയൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്കിൾ ഇരിക്കേ, ഞാൻ ചായ കൊണ്ടുവരാം. വേണ്ട മോളെ, കടയിൽ ആളില്ല. ചായ കുടിക്കാനൊക്കെ ഞാൻ പിന്നൊരിക്കൽ വരാം. ഇങ്ങനൊരു മോളെ കിട്ടിയല്ലോ, നിങ്ങൾ ഭാഗ്യവതിയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, എടി പെണ്ണേ, നീ കാരണമാടി എനിക്ക് ഇങ്ങനെ ഓടേണ്ടി വന്നത്. കുനിഞ്ഞൊരു കുപ്പയെടുക്കാത്തവനെന്ന് നീ ആക്ഷേപിച്ചപ്പോ ഞാനൊന്ന് കുനിഞ്ഞെടുത്തു. അതിനെ അവന്മാരെന്നെ ഇങ്ങനെ ഓടിക്കുന്നത്. പക്ഷെ നീ എന്തിനാ അവനെ വിട്ടയച്ചത്? വീട്ടുകളിക്കാൻ ആളെ കിട്ടാതായപ്പോ വീട്ടിൽ കയറി മോശം തുടങ്ങിയിരിക്കാണ്. പിടിയടാ അവനെ. അയ്യോ, ഇനി ആളുകൾ അയാളെ കൈകാര്യം ചെയ്തോളൂ. എന്തായാലും നിനക്ക് അയാളെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീർന്നു. എനിക്കതല്ല, ആൾക്കാർ ഓടിക്കുന്നതിന്റെ ഇടയില് തിരിഞ്ഞ് എന്നോട് പറയുക ഞാൻ കാരണം അയാള് കള്ളനായെന്ന്. എന്താ വേണ്ടത്? മുണ്ട്. അതാ അവിടെ. ഇവിടെന്ത് കിട്ടും? സാരി. അങ്ങനെയാണെങ്കിൽ ഒരു സാരി പാക്ക് ചെയ്തോളൂ. ഇന്നെങ്കിലും സാർ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സാരി പാക്ക് ചെയ്തോളൂ. ഏതാ വേണ്ടത്? കുട്ടിക്ക് ഇഷ്ടമുള്ളത്. എന്ത് വിലയുള്ളത് വേണം? കുട്ടിയുടെ ഇഷ്ടം പോലെ.
3500 രൂപ. ഇത് മതിയോ? കുട്ടിയുടെ ഇഷ്ടം. എന്റെ ഇഷ്ടം ഇതാണ്, 250 രൂപ. അങ്ങനെയാണെങ്കിൽ ഇത് പാക്ക് ചെയ്തോളൂ. അശ്വതി, ഹായ് രോഹിണി, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ അമ്മയ്ക്ക് അസുഖം എങ്ങനെയുണ്ടടാ? അത് പിന്നെ ഒരു മാറ്റമില്ല. മാറണമെങ്കിൽ ഒരുപാട് കാശ് മുടക്കി ഒരു ഓപ്പറേഷൻ നടത്തണം. അതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ കയ്യില് പണമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ചികിത്സിക്കാൻ ഞാൻ തരുമായിരുന്നു പണം. നിന്റെ അവസ്ഥ എനിക്കറിയില്ലേ. പണമെല്ലാം ഉണ്ടാവും രോഹിണി. അമ്മയ്ക്ക് സുഖമായിട്ട് വേണം എനിക്ക് പഠിത്തം തുടരാൻ. അപ്പോഴേക്കും നീ അങ്ങ് കല്യാണം കഴിഞ്ഞ് പോവും. ആ, എങ്ങനെ പോകുന്നു നിന്റെ ലൈൻ? അതൊക്കെ ഓക്കെയാണെടാ. പക്ഷേ തന്തപ്പിടി അറിഞ്ഞ ഗുരുവാലാവുമെന്ന് മാത്രം. നിന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ലടാ. പിന്നെ നീ എന്ത് ചെയ്യും? ഞാൻ പ്രവീണിനെ മാത്രമേ കല്യാണം കഴിക്കൂ. അതിൽ നിനക്കൊരു സംശയം വേണ്ട. അച്ഛനെയും അമ്മയേക്കാൾ എനിക്ക് വലുത് പ്രവീണാ. നിന്റെ അച്ഛൻ അത് നടത്തില്ല. നടത്തി തന്നില്ലെങ്കിലേ ഞാനങ്ങ് പോകും പ്രവീണിന്റെ കൂടെ. നിന്നെ ഒന്ന് കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് കാറുമായിട്ട് വാമതയും കാത്തിരിക്കുക. താമസിച്ച അയാളിങ്ങ് കേറി വരും. അച്ഛന്റെ കാവൽപ്പട്ടിയല്ലേ. നീ എനിക്ക് 2 12 താ. ശരി. കുട്ടി, അശ്വതി, ഒറ്റ മിനിറ്റ്. എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരട്ടെ? എന്ത് കാര്യം? അത് പറയാനല്ലേ ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത്. എന്നെ കുറിച്ച് എന്തറിയാം? എല്ലാം അറിയാം. കുട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ്. എങ്കിൽ ദയവായി വീട്ടിലേക്ക് ഇപ്പോ വരരുത്. ഇഷ്ടത്തിൽ വീടാനോ കല്യാണം കഴിക്കാനോ ഒന്നും എനിക്കിപ്പോ സാധിക്കില്ല. നോക്കൂ, എനിക്ക് പഠിക്കണം. എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധിക്കുന്നത് വരെ ഒരു ബന്ധത്തിൽ ഞാൻ ചെന്ന് പെടില്ല. അശ്വതി, കുട്ടിയുടെ ഇഷ്ടത്തിനൊന്നും ഞാൻ തടസ്സമാവില്ല. കഷ്ടപ്പാടിലൊക്കെ കൂടെ ഉണ്ടാവും. സോറി, എന്റെ തീരുമാനം ഉറപ്പുള്ളതാണ്. പിന്നെ കാത്തിരിക്കാൻ ഞാൻ പറയില്ല. കാത്തിരുന്നാൽ എനിക്ക് നല്ലത്. കാത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ കൂടെ കൂടെ കടയിൽ വരരുത്. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിന്? തുണി ശരിക്കും ആവശ്യമുള്ളപ്പോ വന്നോളൂ. എന്നാ ഞാൻ പോട്ടെ. കുട്ടാപ്പൂല്ലേ? അവനെ വിശാലം വന്ന് നേരത്തെ കൊണ്ടുപോയി. ഒരു 100 രൂപ കയ്യിലുണ്ട്. എന്റെ അക്കൗണ്ടില് അത്രയും കുറച്ചോളൂ. വേണ്ട മോളെ, നിനക്ക് ശമ്പളം കിട്ടുമ്പോ എല്ലാം കൂടെ ഒന്നിച്ച് തന്നാ മതി. അത് വേണ്ട അങ്ങളെ. തീരുന്നിടത്തോളം കടം അങ്ങ് തീരട്ടെ. ഒരു കവർ മുളക് പൊടിയും ഒരു ചെറിയ കുപ്പി നല്ലെണ്ണയും. ആ, ഞാൻ നിന്നെ അന്വേഷിച്ചിരിക്കായിരുന്നു. നാളെ നിനക്ക് അവധിയല്ലേ? വിശാലത്തിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുറച്ച് മരിച്ചീനി എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്റെ അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമല്ലേ? എനിക്ക് വീട് അറിഞ്ഞൂടല്ലോ അങ്കിൾ. രാവിലെ പണിയെല്ലാം തീർന്നിട്ട് ഇവിടെ വന്നാ മതി. ഞാൻ നിന്നെ കൊണ്ടുപോവാം. ശരി അങ്കിൾ. കൊടുത്തോട്ടോ? നാളെ ഞാൻ അമ്മയ്ക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി തരും. എന്താണെന്നോ? കപ്പ. പണ്ടൊരിക്കൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് ഓർത്തു വെച്ചിരിക്കുന്നു അങ്കിള്. ദൈവം അങ്ങേരെ അനുഗ്രഹിക്കും. ഇതെന്താ മോളെ കയ്യില്? കുറച്ച് വാഴക്കപ്പ അങ്കിളെ. കുട്ടാപ്പൂന് കൊടുക്കാനാ. അവനിത് ഇഷ്ടാവോന്തോ. അപ്പൊ അങ്കിളിന് തരില്ലേ? അങ്കിളിനും ആന്റിക്കും എല്ലാവർക്കും ഉണ്ട്. ആ, കേറ്. നീ ഇങ്ങോട്ട് ഇരി മോളെ. വേണ്ട അങ്കിൾ. അവരെവിടെ? അകത്ത് കാണും. നീ അങ്ങോട്ട് ചെല്ല്.
ആന്റി, കുട്ടാപ്പോ. അങ്കിൾ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അങ്കിൾ, എന്തിനാണ് കഥ അടയ്ക്കുന്നത്? അവരെവിടെ? ആന്റി, കുട്ടാപ്പോ. നീ കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട. ഇവിടെ നമ്മൾ രണ്ടാളും അല്ലാതെ മറ്റാരും ഇല്ല. വിശാലം കാലത്തെ ചെറുക്കനെയും കൊണ്ട് പോയതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അങ്കിൾ, കഥ തുറക്ക്. എന്തിന്? അങ്കിളിന്റെ ഒരു മോഹമല്ലേ മോളെ. കുറച്ച് സമയം അങ്കിളിന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്കങ്ങ് പോവാം. പിന്നെ നിന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും അങ്കിള് നോക്കൂലേ? കഥ തുറക്കാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ തൊടരുത്, തൊട്ടു പോകരുതന്നെ. എന്താ ധാരാ കളിക്കണം? എന്താ കളി? അച്ചു, നീ എങ്ങനെയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എനിക്ക് മനസ്സിലാകും. നിനക്കെന്തോ കടുത്ത മനപ്രയാസമുണ്ട്. പറ, എന്തായാലും പറ. അമ്മ കേൾക്കട്ടെ. ഇല്ലമ്മേ, ഒന്നുമില്ല. അയാള് നിന്നോട് മോശമായി പെരുമാറി. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലമ്മേ, അങ്ങനെ പറ്റിക്കൊണ്ട് ഞാൻ തിരിച്ചു വരില്ലമ്മേ. ഞാൻ കരഞ്ഞത് അതല്ല. മനുഷ്യര് നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ ഓർത്തിട്ടാ. ഓട്ടിത്തോലിട്ട ചെന്നായിക്കൾ. ആരോടും മോളെ നീ അടുക്കാൻ പോവണ്ട. അമ്മ വിഷമിക്കണ്ട. എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നീ ഇങ്ങനെ ധൈര്യം കാണിക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്കാദ്യം. ധൈര്യം കാണിക്കാൻ ശ്രമിക്കുകയല്ല അമ്മേ, ശരിക്കും എനിക്ക് ധൈര്യമുണ്ട്. വേണ്ട, ഈ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികളെ പോലെ നീയും ജീവിക്കണം. ഞാനത് തീരുമാനിച്ചു. അമ്മ എന്ത് തീരുമാനിച്ചു എന്നാ? അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മേ, ഞാൻ പോണു.
മുതലാളി ഇല്ലേ? ഇവിടെ ഇല്ല. എവിടെ കാണും? ആഫീസിൽ കാണും. അവിടെ ഇല്ലെങ്കിൽ എസ്റ്റേറ്റിൽ എവിടെങ്കിലും പോവും. ഇനി ഇക്കാര്യത്തിൽ ഒരു ഡിസ്കഷൻ വേണ്ടെന്നാ സാറ് പറയുന്നത്. സാറിന് ഒരു ബിസിനസ് മാത്രമല്ലല്ലോ ഉള്ളത്. വേണ്ട, അദ്ദേഹത്തെ വിളിക്കണ്ട. എന്താ? ഇന്ദുശേഖരൻ മുതലാളിയെ ഒന്ന് കാണണം. ആരാ? പാർവതി എന്ന് പറഞ്ഞാ മതി. ബന്ധത്തിലുള്ളതാ, അറിയും. ഇരിക്കും. ആ സാർ, സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. പാർവതി എന്നാ പറഞ്ഞേ. ബന്ധത്തിലുള്ള ആണെന്ന്. ആ ശരി, പറയാം. അതെ, സാർ ഇവിടെ ഇല്ല. അങ്ങ് ദൂരെ എസ്റ്റേറ്റില്ല. 2 ദിവസം കഴിയും വരാൻ. ഒന്നാന്തരം ക്ലയൻസാ. എല്ലാം സമയത്ത് കിട്ടാൻ ഒന്നിലേറെ സ്ഥലത്ത് കോൺട്രാക്ട് കൊടുക്കാമെന്നാ അവര് പറയുന്നത്. ഫർണിച്ചർ കംപ്ലീറ്റ് നമുക്ക് സപ്ലൈ ചെയ്യാം. കോൺട്രാക്ട് കിട്ടിയാൽ അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കൂടി ഉള്ളതാ കേട്ടല്ലോ. ഒരു മിനിറ്റ്. പുള്ളി വലിയ താപ്പാനയാ. നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നു? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആ, അവിടെ പുറകിലെങ്ങാനും ചെന്ന് നിന്നോ. ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാം. ചെല്ലേ. അങ്ങോട്ട് വരാതെ ഒളിച്ചു പോയി കളയരുത്. ഓഹോ, നീ എന്നെ ശാസിക്കാൻ വളർന്നല്ലേ? പോയിക്കോ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആയിക്കോട്ടെ. എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പോ വൈകിട്ട് കാണാം. അന്ന് നഷ്ടപരിഹാരം തന്നു വിട്ടപ്പോ ഞാൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? ഇനി ഒരിക്കലും എന്റെ മുന്നിൽ വന്നു പോരുതെന്ന്. വന്നാ പിന്നെ ഒരിക്കലും നീ എന്നെ കാണില്ലെന്ന്. എനിക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. പിന്നെ ആർക്ക് വേണ്ടി? അയൽക്കാർക്ക് വേണ്ടിയോ? നമ്മുടെ മകൾക്ക് വേണ്ടി. നമ്മുടെ മകളോ? അതേത് മകള്? എനിക്കൊരു മകളേ ഉള്ളൂ. അവള് എന്റെ വീട്ടിലുണ്ട്. തർക്കിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. അന്ന് നമ്മൾ പിരിയുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആരോഗ്യം ഇപ്പോഴും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കൂടി ശേഷിയില്ല. എന്റെ മോള് പകല് കിടന്ന് പെടാപ്പാട് പെടുകയാണ്. പഠിച്ചു നടക്കേണ്ട പ്രായത്തില് അവൾ അമ്മയെ ശുശ്രൂഷിച്ച് കഞ്ഞിക്കുള്ള വകയുണ്ടാക്കി. നിർത്താത്തെ, എനിക്ക് നിന്റെ പ്രസംഗം കേട്ട് നിൽക്കാനുള്ള സമയമില്ല. നിനക്കെന്താ വേണ്ടത് അത് പറ. എനിക്കിനി അധിക കാലം ആയുസില്ല. മോൾ അനാഥയാവരുത്. നിങ്ങൾ അവളെ ഏറ്റെടുക്കണം. ലോകത്തുള്ള അനാഥരെ മുഴുവൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് ഞാൻ എവിടെയും കരാർ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആരും നിങ്ങളോട് പറയുന്നുമില്ല. സ്വന്തം രക്തത്തെ ഏറ്റെടുക്കണമെന്ന് മാത്രം. സ്വന്തം രക്തം? അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഇക്കാലത്ത് തെളിവുണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഓഹോ, അപ്പൊ നിന്നെ ആരോ പഠിപ്പിച്ചു വിട്ടിരിക്കുക. ശരി, എന്നാ നീ ഒന്ന് കേട്ടോ. നിങ്ങൾ ജീവനോടെ ഉണ്ടായിട്ട് വേണല്ലോ അവകാശം തെളിയിക്കാൻ. ദൈവത്തെ ഓർത്ത് ഒരു ദൈവവും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. കടന്നുകൂടി.
ഹലോ. ആ, അതൊക്കെ ഞാൻ അപ്പോഴേ ശരിയാക്കിയില്ലേ. ഏതായാലും നീ പറ്റിയ സമയത്താ വിളിച്ചത്. നീ ഉടനെ ഇങ്ങോട്ട് വരണം. നമുക്ക് വേറൊരു ആവശ്യമുണ്ട്. ആ, ഞാൻ മില്ലിലുണ്ട്. വേഗം വാ. പണമാണ് എന്റെ പ്രശ്നം. ഞാൻ നിനക്ക് പണം തരുന്നുണ്ടല്ലോ. പതിവുള്ള 25 ഇപ്പോഴും ഞാൻ നിനക്ക് തരും. എനിക്ക് 30 വേണം. അഡ്വാൻസ് പതിവുള്ള 5 പോരെ 15 വേണം. ഓഹോ, അപ്പൊ നീയും അങ്ങ് മാറിപ്പോയി. മാറിയതൊന്നും അല്ല മുതലാളി. ആശുപത്രി കിടക്കാൻ എന്റെ മോള്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 30 വരെ തേച്ചും വേണമെന്നാ. ഈ തുക കിട്ടാൻ വേണ്ടി ദൈവത്തിന് വേണമെങ്കിലും ഞാൻ കൊന്നുതരാം. ഓഹോ, അപ്പോ പെൺമക്കളാണ് നമ്മുടെയൊക്കെ പ്രശ്നം. എടാ, എന്റെ മോളും ആശുപത്രിയിലാ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. എന്നെ ഇടിച്ചു താത്തുന്ന ഒരു മോളെയും ഞാൻ തിരിഞ്ഞു നോക്കില്ല. നീ ഇപ്പൊ കൊല്ലാൻ പോകുന്ന ആ പെണ്ണുണ്ടല്ലോ, അവളും ഒരു മോളാ. ഈ വർത്താനൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്ന് എന്റെ മോളുടെ ഓപ്പറേഷൻ, നാളെ മോലാളുടെ ഓപ്പറേഷൻ. അതും തീർത്ത് ഞാനിങ്ങ് വരും. അപ്പൊ ബാക്കി പണം എനിക്ക് തരണം. ശരി, എന്നാ നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. നഗരത്തിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് എത്തുന്ന ബസ്സിലാണ് അവൾ അരശൻകൂട്ടിൽ വന്നിറങ്ങുക. ബസ് ഇറങ്ങിയ അവൾ നേരെ നടക്കും. പൊതുവെ ആൾപെരുമാറ്റം കുറഞ്ഞ സ്ഥലമാണത്. അവളുടെ കൂടെ നടക്കാൻ ആരും ഉണ്ടാവില്ല. വളവ് കഴിഞ്ഞാൽ പിന്നെ വിജന പ്രദേശമാണ്. കുറച്ചു ചെല്ലുമ്പോ ഒരു വശത്തായി കരിമ്പിൻ കാട്. ഈ കരിമ്പിൻ കാടിനടുത്താണ് പാതാളക്കയം. കരിമ്പിൻ കാട് കഴിയും മുമ്പേ കത്തി അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കണം. പിന്നെ ശരീരം പാതാളക്കയത്തിലേക്ക് വലിച്ചെറിയണം. 1/2 കിലോ പഞ്ചസാരയും ഒരു തീപ്പെട്ടിയും. ഇതുവരെയുള്ള കുടിശ്ശിക തീർത്തിട്ട് രൊക്കം പൈസയും കൊണ്ടുവന്ന സാധനം കൊടുത്താൽ മതി. അല്ലാതെ ഇത് ധർമ്മസ്ഥാപനമൊന്നും അല്ല വഴിയെ പോണവർക്ക് സാധനം കൊടുക്കാൻ. അവന്റെ ഒരു തേട്ടി. പോട്ടെ മോനെ, സാരമില്ല, സാരമില്ല മോനെ. സാറേ, ഒന്ന് നിർത്തണേ. എടി പെണ്ണേ, നീ കാരണമാണ് എനിക്ക് ഗതിയായത്, അറിയാവോ? ആ, ഇനിയിപ്പോ കുറച്ചു കാലം സർക്കാർ ചെലവില് താമസിച്ചിട്ട് വരാം കേട്ടോ. നടക്കണം അങ്ങോട്ട്. സാറേ, ഇപ്പോഴും പഴയ ഗോതമ്പുണ്ടൊക്കെ ഉണ്ടോ? നിന്റെ അമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങിയോ അശ്വതി? അവർക്ക് തീരെ സുഖമില്ല. സൂക്ഷിക്കണം കേട്ടോ. അമ്മേ, 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 അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മേ? ഇന്ന് പുറത്ത് കണ്ടില്ലല്ലോ. തീരെ വയ്യ മോളെ. എന്തുണ്ടായി അമ്മേ? അമ്മ ഇന്ന് പുറത്തിറങ്ങിയോ? കള്ളം. അമ്മ കള്ളം പറയുന്നു. അമ്മ ഇന്ന് പുറത്തു പോയി. ബസ്സിൽ കയറിപ്പോയി. പോയി. എന്തിന്? എന്താ അമ്മ എന്നോട് പറയാഞ്ഞത്? ഞാൻ കൂടെ വരുമായിരുന്നല്ലോ. നീ ഒന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെയൊക്കെ വേണ്ടി വന്നു. എന്നോട് മറച്ചു വെക്കാൻ എന്താണ് അമ്മ ഉള്ളത്? ഞാൻ അറിഞ്ഞാൽ എന്താ? എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനാ ഞാൻ പോയത്. ശിക്ഷ ഏറ്റുവാങ്ങി തിരിച്ചു പോന്നു. അമ്മേ,
ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ? അയ്യോ ഞാനില്ല, താമസിച്ചെന്നാ അച്ഛൻ വഴക്ക് പറയും. തന്നെയല്ല വഞ്ചിയും കിട്ടത്തില്ല. ഓ അവളുടെ ഒരു വള്ളം വഞ്ചി. നിന്റെ അച്ഛനോട് ടൗണിലൊന്ന് താമസിക്കാൻ പറ. നീ പറഞ്ഞ എന്ത് സാധിച്ചിരുന്ന ആളല്ലേ നിന്റെ അച്ഛൻ. നാട്ടിൻപുറത്തിന്റെ സുഖം നഗരത്തിലില്ലെന്നാ അച്ഛന്റെ പക്ഷം. അത് ഈ ഓൾഡ് ജനറേഷന് തോന്നല. ആദ്യം കിട്ടുന്ന അവസരത്തിൽ നീ എവിടുന്ന് ചാടിപ്പോരും. അതിനെന്താ സംശയം? ടൗണിൽ ഫ്ലാറ്റും കെട്ടി ഒരുത്തൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ശരി, നാളെ കാണാടാ. ബൈ. അത് പറ്റില്ല, ഒരു ശരിയില്ല. നീ വാ, എനിക്ക് പോണോടാ. വീട്ടായി ശരിയാവില്ല. രാമുമാമൻ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. പതിവ് സമയത്തിൽ ഒരു മിനിറ്റ് ലേറ്റായാൽ ഞാനിവിടെ ഹാജരുണ്ടാവണമെന്നാ കൊച്ചിന്റെ അച്ഛൻ ആ പ്രതാപശാലിയുടെ കൽപ്പന. കൽപ്പന കല്ലേ പിളർക്കുമെന്ന് കൊച്ചു കേട്ടിട്ടില്ലേ? ഇത് കല്ലല്ല, രാമുമാമന്റെ നെഞ്ചാ അവൻ ഇടിച്ച് സൂപ്പാക്കുന്നത്. 4:30 ഞാൻ വന്നില്ലാന്ന് രാമുമാമൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനൊക്കെ മാമന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. അത് ഈ ടെലിവിഷൻ പോലിരിക്കും. അതിലൂടെ കടവ് ഇങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. 4:30 ആവുമ്പോ കൊച്ചു വള്ളത്തിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ മാമൻ കാണും. ഉടനെ ഉടുപ്പ് കൊടുത്തിട്ടുണ്ടൊരു ഓട്ടമാണ്. അപ്പൊ എന്റെ അച്ഛൻ മാമനൊരു ക്ലോസ് സർക്യൂട്ട് TV വാങ്ങി തന്നിട്ടുണ്ടാവും അല്ലേ? അതെന്ത് സർക്യൂട്ട് ആയാലും കൊച്ചിന്റെ പുറകെ നിഴല് പോലെ രാമുമാമനുണ്ടാവും. അപ്പൊ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ടു പോയാലോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? കെട്ടുന്നത് വരെയുള്ള സുരക്ഷാ ഏർപ്പാടല്ലേ ഇത്? അല്ല ദാമുമാമ, നേരം ഇരുട്ടുന്നതിന് മുൻപ് ഞാൻ എത്തിക്കൊള്ളണമെന്ന് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഈ അച്ഛൻ പാതിരാത്രി കഴിയാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് പിന്നെ കൊച്ചു പെങ്കൊച്ചല്ലേ. ആണുങ്ങളൊക്കെ അർദ്ധരാത്രി കഴിഞ്ഞാണോ വീട്ടിൽ വരുന്നത്? അത് ബിസിനസിന്റെ തിരക്കുണ്ടല്ലേ. ആക്ച്വലി എന്റെ അച്ഛന്റെ ബിസിനസ്. അത് പിന്നെ കൊച്ചിന്റെ അച്ഛനോട് ചോദിച്ചിട്ടില്ലേ? റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെയാ പറയുന്നത്. ആ എസ്റ്റേറ്റും അതുമായി ബന്ധപ്പെട്ട പല പല കീറാമുട്ടികളും കൈകാര്യം ചെയ്യുന്ന മഹാപുരുഷനല്ലേ കൊച്ചിന്റെ അച്ഛൻ. വലിയ കൃത്യനിഷ്ഠയുള്ള ആളായാള് കൃത്യം 6 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങും. അരമണിക്കൂർ സ്നേഹിതന്മാരോട് സംസാരിച്ചും സാധനങ്ങൾ വാങ്ങിയും ഒക്കെ ചെലവഴിക്കും. 7 നടിക്കുന്നതിന് മുമ്പ് ആള് വീട്ടിലെത്തും. അതാ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വെച്ച് വേണ്ട, തനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു വരില്ല. വീട്ടിലെത്തുമ്പോ മതി. ഇതാ അഡ്വാൻസ്. ബാക്കി കൃത്യം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നാ മതി. ഞാൻ ക്ലബിൽ കാണും. ഇയാൾ ജീവിച്ചിരുന്നാലേ എന്റെ കഴുത്തിൽ കൊലക്കയറ് വീഴും. അതുകൊണ്ടാ. കാര്യകാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് കാശ് കിട്ടിയാൽ മതി. ഇന്ന് തന്നെ കൃത്യം നടത്തുന്നോ അതോ? എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. ഇന്ന് തന്നെ തീർത്തോളയാം. പണം ഉണ്ടല്ലോ കയ്യില്. പിന്നില്ലാതെ. അപ്പോ ക്ലബിൽ വെച്ച് കാണാം.
ലക്ഷ്മി, ലക്ഷ്മി. ആ, മോൾ ഉറങ്ങിയോ? അവൾ എപ്പോഴേ ഉറക്കം പിടിച്ചു. പിന്നെ ചിലപ്പോഴേ ഉറങ്ങുള്ളൂ. മണി എത്രയായി? ഉറക്കം ഒഴിഞ്ഞിരുന്ന് നീ തടി കേട് വരുത്തരുത്. ഉറക്കൊഴിഞ്ഞ അച്ഛന്റെ തടിക്ക് കേട് വരത്തില്ല. ഇതേ മൂത്ത തടിയാ, പെട്ടെന്ന് കേടാവില്ല. അതുപോലാണോ ഈ ഇളം പൈതങ്ങളുടെ കാര്യം? ഞാനേ ഇളം പൈതലൊന്നുമല്ല, ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജ് കുമാരിയാ. കുമാരിക്കിടാനൊരു പട്ടുകുപ്പായ. പട്ടുകുപ്പായത്തെക്കാൾ അത്യാവശ്യം പരീക്ഷാ ഫീസ് അച്ഛാ. അതും അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചിനെ കൊഞ്ചിച്ച് വഷളാക്കരുത്. അവിടെ തലേ കയറിയിരുന്നങ്ങ് നിരങ്ങും. നിരങ്ങട്ടടി, അവക്ക് നിരങ്ങാൻ വേണ്ടിയല്ലേ ഞാൻ ഈ തലയും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് അസൂയ. അമ്മ മാത്രമല്ല, എന്റെ മോളുടെ ഭാഗ്യം കണ്ട് ഈ ലോകം മൊത്തം അസൂയപ്പെടട്ടെ. പിന്നെ ലോകത്തെങ്ങുമില്ലാത്തൊരു അച്ഛനും മോളും. അതെ, മറ്റുള്ളവർക്ക് ഉറങ്ങണം. വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ഞാൻ കഴിച്ചു, റോയൽ ക്ലബിൽ നിന്ന്. റോയൽ ക്ലബിന്റെ വിശിഷ്ട അതിഥിയായിട്ട്. ഓ, അപ്പൊ അച്ഛനിന്ന് റോയലായിട്ടാണ് വരവ്. ചെത്തിക്കോ ചെത്തിക്കോ. ചെത്തും ഞാൻ, ഓരോ തലയായിട്ട് ചെത്തും. തല ചെത്തുന്ന കാര്യം ഇവിടെ ആര് പറഞ്ഞു? ശ്രീകണ്ഠൻ ചേട്ടോ, ദാമുവാമൻ ഇവിടെ ഉണ്ടോ? ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോകാനാ? അയ്യോ, എന്തിനാ മാമനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? ഇത് ആശയമൊന്നുമല്ല മോളെ, ഒരു വിരുദ്ധമാ. നിന്നെ വെച്ചിട്ട് മാലാക കൂട്ടി വന്നിരിക്കുന്നു. അയ്യോ, ഇതാര്? കാർത്തിക കൊച്ചോ? എന്താ കൊച്ചേ? ദാമുവാമ, അച്ഛനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റോ? വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കാനാ. പിന്നെ കുറച്ച് പണവും തന്നിട്ടുണ്ട്. എന്നാ ഞാൻ പോട്ടെ ദാമുവാമ. ശരി കൊച്ചേ, വൈകിട്ട് നേരത്തെ എത്തിയില്ലെങ്കിൽ ദാമുവാമൻ കടവിൽ കാണും കേട്ടോ. ഓ, എന്നാലേ ഇന്ന് ദാമുവാമൻ വരണ്ട കേട്ടോ. എടാ നൂല, ഈ പെണ്ണിന്റെ രക്ഷകർത്തൃത്വം ആ പ്രതാപം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണോ? പിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ ഞാൻ ആ കൊച്ചിനെ നോക്കുന്നത്. കൊച്ചിനെ മാത്രം എന്തിനാ നോക്കുന്നേ? ആ തള്ളയെ കൂടെ ഒക്കെ നോക്കിക്കോ. പ്രതാപനെ ആണെങ്കിൽ രാത്രിയും പകലോട്ടും ഇവിടെ കാണാനും ഇല്ല. അവർക്കും വേണ്ടടാ ഒരു കൂട്ട്. പെണ്ണ് കെട്ടാത്ത നിന്റെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകുമല്ലോ. ശ്രീകണ്ഠ, നീ ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഈ വർത്താനം അങ്ങനെ ആ പ്രതാപന്റെ ചെവിയിൽ വീണ നിന്റെ എന്റെ തല കഴുത്തി കാണൂല. അവന് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഭാര്യ മോളെന്ന് പറഞ്ഞ അവന് ജീവനാ, ജീവൻ. ഓ, പിന്നെ വേറെ ആരും കൂടെ ഭാര്യ മക്കളും ഇല്ല. കാലടിച്ചൊടിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. മുറിച്ചെടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. കാര്യം കഴിഞ്ഞിട്ട് മുടങ്ങി ന്യായം പറയരുത്. പണം തരുമെന്ന് പറഞ്ഞാൽ തരും, അതിനെന്താ അത്ര സംശയം? ഇയാളിത് എവിടെയാ വിളിക്കുന്നത്? ഓ, മനസ്സിലായി മനസ്സിലായി. ആ പിള്ളേരെ തട്ടാൻ ആരെങ്കിലും കൊട്ടേഷൻ തന്നിട്ടുണ്ടാവും അല്ലേ? ഹലോ കാർത്തിക മേഡം. എത്തിയോ? എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു? എത്ര നേരമായിട്ട് ഞാനിവിടെ കാത്തു നിൽക്കുന്നു. അല്ലെങ്കിൽ തന്നെ എത്ര ദിവസമായി കണ്ടിട്ട്. എവിടെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? സോറി കാർത്തു, അതൊക്കെ അങ്ങനെ സംഭവിച്ചു. അതൊക്കെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളല്ലേടാ. ഇപ്പോ പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്ത് ചെയ്യണം പറ? എന്നാ 101 വട്ടയത്തെ ഇടാം. പക്ഷേ അതിവിടെ വെച്ച് തന്നെ വേണോ? ശരി, വേണ്ട, വേറെ സ്ഥലം കണ്ടുപിടിക്കാം. ഓക്കെ. എടാ, ഈ പീഡാനുഭവം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് വയ്യ. ഞാൻ നിന്റെ അച്ഛനെ കാണാൻ പോവാ. കണ്ടോളൂ, ചുവന്ന പരവതാനി വിരിച്ചു തരാം. വേണ്ട, പച്ചക്കൊടി മതി. എന്നാൽ കൊടി ഇതാ ആകാശത്തിൽ പാറി പറക്കുന്നു. പക്ഷേ നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു, എവിടെ കാണാം? ഒരിക്കലും നീ അതിനോട് പറയുന്നില്ലല്ലോ. എന്റെ അച്ഛൻ ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് സർ. അങ്ങനെ എളുപ്പത്തിൽ അദ്ദേഹം ആരുടെ മുമ്പിലും പ്രത്യക്ഷനാവില്ല. ഞാൻ തപസ്സിരിക്കാം, ഒന്ന് പ്രത്യക്ഷപ്പെടുത്തി തരണേ. ഓ, ആയിക്കോട്ടെ ഭക്ത, വിജയീ ഭവ. അമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരാള് പറഞ്ഞു അച്ഛനെ കാണാൻ വരുന്ന. ഓ, അത്രയേ ഉള്ളോ? ആ, വല്ല വസ്തുടപാടിനും ആയിരിക്കും. ഏയ്, അതിനൊന്നും അല്ല. പിന്നെന്താ?
ആള് ചെറുപ്പക്കാരനാണോ? അത് ശരി. അപ്പൊ നിന്റെ കാര്യം പറയാനാണ് വരുന്നത്. നിങ്ങൾ ഇഷ്ടത്തിലാണോ? അങ്ങനൊന്നുമില്ല, കണ്ടിട്ടുണ്ട്. ഇപ്പോ വന്ന് സംസാരിച്ചു. പ്രേമത്തിന്റെ കേസ് വലുതുവാണെങ്കിൽ നിന്റെ അച്ഛൻ സമ്മതിക്കുകയില്ല. കല്യാണാലോചനയും കൊണ്ട് വന്ന പുള്ളിക്കാരൻ ഇത് പല സന്തോഷം ഉണ്ടാവാനില്ല. എനിക്ക് അതറിഞ്ഞാ മതി. ഞാൻ പറയട്ടെ നിന്റെ അച്ഛനോട്? ഇപ്പൊ വേണ്ടമ്മേ, വരട്ടെ. കാറ് പിടിച്ചെടുക്കുന്നതിന് വീട്ടിൽ പോകുന്നതിന് ഏത് പെരുവഴി വെച്ചോ അടിച്ചു മാറ്റാലോ. അത് ചെയ്യാം. കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കോളൂ മാത്രം. പിന്നീട് സാറിന്റെ കാറും പെരുവഴി വെച്ച് പിടിച്ചെടുക്കേണ്ട അവസ്ഥ വരരുത്. മോളെന്താ ഇവിടെ? ഇതെന്റെ വഴിയല്ലേ അച്ഛാ. കേട്ടോ സന്ധ്യ, പകൽ വെളിച്ചത്തിൽ ഞാൻ എന്റെ അച്ഛനെ ആദ്യമായിട്ട് കാണുക. അച്ഛാ, നമുക്കിത് എന്തായാലും ആഘോഷിക്കണം. അയ്യോ മോളെ, അച്ഛൻ വലിയ തിരക്കില്ല, ഇപ്പൊ വരാൻ പറ്റില്ല. മോള് പൊയ്ക്കോ. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ കയറി കുശാലായിട്ട് ഭക്ഷണം കഴിക്കണം, ഐസ്ക്രീമും കഴിക്കണം. എന്നിട്ടാ ഞാൻ അച്ഛനെ വിടത്തുള്ളൂ. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് സന്ധ്യ. ഇവൾക്കൊരു ട്രീറ്റ് കൊടുക്കണമെന്ന് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛന് തീരെ സമയമില്ല. എന്താ അച്ഛാ, മോളെ കണ്ടിട്ട് അച്ഛന് ഒരു സന്തോഷവും ഇല്ലല്ലോ. വേണ്ട. അത് അച്ഛൻ ബിസി ആയതുകൊണ്ടല്ലേ. എത്ര ബിസി ആയാലും ഇന്ന് ഞാൻ അച്ഛനെ വിടുന്നില്ല. മോളെ വേണ്ടെങ്കിൽ ഒരു തടസ്സം പറയണ്ട, ഇന്ന് ഞങ്ങളുടെ കൂടെ വരണം. ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഇനി അച്ഛനോട് മിണ്ടില്ല, പറഞ്ഞേക്കാം. ഇവളെ കൊണ്ട് അയ്യേ, ഇതെന്താ അച്ഛന്റെ ഈ വേഷം? ഒന്ന് പിടിച്ചേ. ഈ അച്ഛന് ഒരു ശ്രദ്ധയില്ല. അച്ഛാ വാ അച്ഛാ, പോവാം പ്ലീസ്. ഹലോ. ഇതാ ഞാൻ എത്തിപ്പോയി. മോളെ, ഒരു നിമിഷം പോലും അച്ഛന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. പിടിക്കും. ശരി. കാർത്തു, നിന്റെ അച്ഛൻ എന്താടി ഇങ്ങനെ? പ്രൈം മിനിസ്റ്റർക്ക് പോലും ഇത്രയും തിരക്കില്ലല്ലോ. അവനെ എനിക്ക് വർഷങ്ങളായി അറിയാം. വിശ്വാസവഞ്ചനൊന്നും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതൊന്നും പറയണ്ട, വാടക ഗുണ്ടയുടെ മര്യാദയിലേ കാണും. മിണ്ടാതെ, അവൻ വരുന്നുണ്ട്. ആരിത്? വാ ഇരിക്ക്. സാറെന്തിനാ തന്നെ വിളിപ്പിച്ചേ? പറയാം, ഇവരൊക്കെ അറിയാമല്ലോ. കണ്ടിട്ടുണ്ട്. നിരാഹാര സത്യാഗ്രഹം നടത്തിയ ദിവസം പോലീസ് വെടിവെപ്പോരെ കൊണ്ടെത്തിച്ച കഥയൊക്കെ സാമ്പത്ത് സാറ് പറഞ്ഞു. ഒരു മന്ത്രിസഭയല്ലേ അതിൽ ഒലിച്ചു പോയത്. എന്താ വിളിപ്പിച്ചത്? പറയാം. അതിനു മുമ്പ് ഒരു പെങ്കടിക്ക് ഒഴിച്ചുകൊണ്ട് വർഗീസേ. വേണ്ട. കഴിക്കുന്നേ വേണ്ട. നിങ്ങൾ കാര്യം പറ. അങ്ങനെ അങ്ങ് ധൃതിപ്പെടാതെ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോ ആലോചിച്ചും ചർച്ച ചെയ്തൊക്കെ വേണമല്ലോ. ആലോചിക്കാനും ചർച്ച ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. എന്തെങ്കിലും കാര്യം നിർത്താനുണ്ടോ? അത് പറ. പ്രതാപ, നീയും കൂടെ ഉൾപ്പെടുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ പരിപാടി ഇടുന്നത്. പങ്ക് കച്ചവടത്തിനൊന്നും ഞാനില്ല. നിനക്ക് നല്ല ലാഭം ഉണ്ടാവുന്ന കാര്യമാ പ്രതാപ. എന്തായാലും വേണ്ട. നിങ്ങൾ എന്നെ ഒരു പണി ഏൽപ്പിക്കേ, ചെയ്യാം. പണം കൈയോടെ കിട്ടുകയും വേണം. സാമ്പൻ ചേട്ടനല്ലേ ഉറപ്പ് പറഞ്ഞത് ഇയാളെ നമ്മോടൊപ്പം ചേർക്കാമെന്ന്? എങ്കിൽ പിന്നെ അവന്റെ ടേംസിൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം. സംഗതി പഞ്ചലോഹ വിഗ്രഹം കടത്തുന്ന പരിപാടിയാ. വഴികളെല്ലാം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. കൃഷ്ണന്റെയും ശിവന്റെയും ദുർഗയുടെ ഒക്കെ പേരിൽ കൊട്ടേഷൻ തരാം. മനുഷ്യന്മാരുടെ പേരിലുള്ള കൊട്ടേഷൻ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. ഇതിന് വേറെ ആളെ നോക്ക്. ഇയാൾ ഇതെന്തൊരു മനുഷ്യനാ. വേറെ കൊട്ടേഷൻകാരൊന്നും ഇല്ലേ നിങ്ങളുടെ കയ്യില്? നോക്കട്ടെ. ഞാൻ അമ്മയുടെ അടുത്ത് വിഷയം അവതരിപ്പിച്ചു. ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക്. അക്കാര്യം പറയാനാ ഞാൻ നിന്നിങ്ങോട്ട് വിളിച്ചത്. അതിലിനി ഒരു തടസ്സവും ഇല്ല. തടസ്സമില്ല, പക്ഷേ. എന്താ അനീഷേട്ടാ? നിന്റെ അച്ഛനെ പറ്റി ഞാൻ അന്വേഷിച്ചു. നീ പറഞ്ഞതൊന്നുമല്ല നിന്റെ അച്ഛന് തൊഴില്. പിന്നെ നിനക്കത് ശരിക്കും അറിയില്ലെന്നുണ്ടോ? ഇല്ല. പറയ് അനീഷേട്ടാ. നിന്റെ അച്ഛനൊരു ഗുണ്ടയാണ്, വാടക ഗുണ്ട. എന്റെ അച്ഛനെ കുറിച്ച് തന്നെയാണോ ചേട്ടൻ ഈ പറയുന്നത്? അതെ, ഞാൻ ശരിക്കും അന്വേഷിച്ച് തന്നെയാ പറയുന്നത്. ഇല്ല ഇല്ല, അനീഷേട്ടൻ കള്ളം പറയുക. എന്റെ അച്ഛൻ അങ്ങനെ ആവാൻ പറ്റുന്നില്ല. ഒന്നിങ്ങോട്ട് വന്നേ. എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. ചെല്ലേ. എന്താ കാർത്തിക് കൊച്ചേ? ഒന്നിങ്ങോട്ട് വന്നേ. ദാമു അവനോട് കോളേജിലെ വിശേഷങ്ങൾ മുഴുവൻ ഞാൻ പറയാറുണ്ട്, ഇല്ലേ? കൊച്ചെന്തൂടെ മാത്രമേ എല്ലാം പറയൂന്ന് എനിക്കറിയാം. അറിയാലോ. എന്നാ തിരിച്ച് ദാമു അവൻ എന്നോടെല്ലാം പറയാറില്ല.
എനിക്കെന്തോന്ന് പറയാനിരിക്കുന്നു കാർത്തിക് കൊച്ചേ. എന്നാ പറ, എന്റെ അച്ഛൻ എന്താ ജോലി? അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. റിയൽ എസ്റ്റേറ്റ്, കാറ് കച്ചവടം, അങ്ങനെ അങ്ങനെ. ദാമുമ്മ, ഇനി എന്നോടൊന്നും മറച്ചു പിടിക്കണ്ട. അനീഷേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു. എന്തോ പറഞ്ഞു? എന്റെ അച്ഛൻ ഒരു ഗുണ്ടയാണെന്ന്. അല്ലേ മാമ? അതല്ലേ നേര്? അതിപ്പോ കുട്ടി എന്നോട് അങ്ങനെ ചോദിച്ചാൽ എന്താ? മാമൻ എന്നോട് നേര് പറഞ്ഞാൽ എന്താ? ഇത് അച്ഛനോട് ചോദിക്കരുത്. പ്രതാപൻ ഇക്കാര്യം അറിഞ്ഞാ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. ഓ, അപ്പൊ അത് സത്യമാണ്. മതി, അതറിഞ്ഞാ മതി. മോൾ ഉറങ്ങിയോ? അവക്ക് മിണ്ടാട്ടോ ഉരിയാട്ടോ ഒന്നുമില്ല. മുഖവും വീർപ്പിച്ച് കെട്ടി ഒറ്റ ഇരിപ്പാ. എന്തു പറ്റിയത് ചോദിച്ചിട്ട് കമാന്നൊരക്ഷരം മിണ്ടിയാലെന്താ? മോളെ, നിനക്ക് എന്തു പറ്റി? നിനക്ക് സുഖമില്ലേ? പറ, എന്തായാലും അച്ഛനോട് പറ. അച്ഛൻ എന്നോട് സത്യം പറയൂ. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്താ അച്ഛന്റെ ജോലി? അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛനൊരു ഗുണ്ടയാണോ? ആരാ നിന്നോട് പറഞ്ഞത്? ആരാണ്? അതെന്തിനാ അച്ഛൻ അറിയുന്നത്? അത് ശരിയാണോന്നൊന്ന് പറയൂ. അച്ഛാ, മോളെ, അമ്മയ്ക്കറിയാമായിരുന്നോ? സത്യമായിട്ടില്ല മോളെ. പണം കൊണ്ടുവരുമ്പോ എവിടെ നിന്നാണെന്ന് അമ്മ അന്വേഷിച്ചിട്ടില്ലേ? ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടില്ല. കാരണമുണ്ട് മോളെ. ആരോരുമില്ലാത്തവളായിരുന്നു ഞാൻ. ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വെച്ച് ചിലരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ അവരെയൊക്കെ അടിച്ചൊതുക്കി എന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അന്നിവിടെ ഒരു കൂര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഇല്ലായ്മ എന്നെ അറിയിച്ചിട്ടില്ല. എന്താവശ്യപ്പെട്ടാലും കൊണ്ടുവരും. നീ ജനിച്ചപ്പോ ഒരു രാജകുമാരിയെ പോലെ നിന്നെ നോക്കിയത്. നീ വളർന്നപ്പോ ഒരു നല്ല വീട് വേണമെന്ന് നീ പറഞ്ഞു. ഉടനെ തുടങ്ങി വീടിന്റെ പണി. ഇപ്പൊ നീ അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. എനിക്കതിന് കഴിയില്ല മോളെ. അദ്ദേഹം ഇനി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരനായ പോലും ഇങ്ങോട്ട് പറ. അയ്യോ അയ്യോ, ഞാൻ ഗുണ്ടയാണെന്ന് എന്റെ മോളോട് പറഞ്ഞു കൊടുത്താരാ? സത്യം പറയാ. കൊച്ചിന്റെ കോളേജിന്റെ അടുത്ത് സ്നേഹമുള്ള ഒരു അനീഷേട്ടനുണ്ട്. ആ അനീഷേട്ടനാ പറഞ്ഞത്. ഓഹോ, എന്നിട്ട്? ഒന്നുമില്ല. മോളൊന്നും എന്നോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? കൊച്ചു പറഞ്ഞു സത്യമേ പറയാവുന്നു. അപ്പൊ നീ അങ്ങ് സത്യം പറഞ്ഞു അല്ലേ? എടാ തെണ്ടി പട്ടി, നീ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അത് വിശ്വസിക്കില്ലായിരുന്നു. സത്യം പറയുമ്പോ പിന്നെ സത്യമല്ലാതെ പറയാൻ പറ്റുമോ? നിന്നെ സത്യം തല പോയാലും മോളോട് പറയില്ലെന്ന് നീ സത്യം ചെയ്തല്ലടാ. ആ സത്യത്തിന് ഒരു വിലയില്ലടാ. അത് അപ്പോഴത്തെ സത്യം, ഇതിപ്പോഴത്തെ സത്യം. എന്നാ അപ്പോഴത്തെ സത്യത്തിന്റെ പേര് ഇത് പിടിച്ചു. നിന്റെ നൂലമ്മാമനെ നിന്റെ അച്ഛനടിച്ചൊരു പരുവാക്കി കളഞ്ഞല്ലോ. മാമൻ എന്ത് പറ്റി?
എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ വന്നാണോ? കുട്ടിയോടെ വന്നാൽ അയാൾ ചിലപ്പോൾ നിന്റെ അച്ഛൻ കൊല്ലും. ദേ കൂടെ നിൽക്കുന്നോണ്ട് എന്നെയും വെറുതെ വിടില്ല. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കല്ലേ. മാമ, അച്ഛൻ വല്ലാണ്ട് തല്ലിയോ? കൊച്ചേ, നിന്റെ അനീഷേട്ടൻ അയാൾ കൊന്നു കാണും. അയ്യോ, അനീഷേട്ടന്റെ കാര്യം അച്ഛൻ അറിഞ്ഞായിരുന്നോ? പിന്നെ അറിയാതെ. അപ്പൊ ശരി. ആ ശരി, ഓക്കെ. അനീഷേട്ടൻ? അനീഷോ? ഏതോ ഒരു തെമ്മാടി അവനെ അടിച്ച് പഞ്ചറാക്കി സിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുട്ടി, ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇനിയും അയാൾ വന്നാൽ എന്റെ ജീവൻ എടുക്കാതെ പോവില്ല. അതുകൊണ്ട് നീ വേഗം ഇവിടുന്ന് പോയിക്കോ. അപ്പുറത്തെ വേലായുധമെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം അറിയുന്നത്. എന്താ? എന്തുണ്ടായി? ആ സദാനന്ദനെ ഏതോ മഹാഭാവി വെട്ടിക്കൊന്നില്ലേ? അതോടെ ആ സ്ത്രീയുടെയും മകളുടെയും ജീവിതമാർഗം അടഞ്ഞു. പിന്നെ അവര് മരിക്കാതെ എന്ത് ചെയ്യും? അവിടെ കുഴിയെടുക്കുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം കഴിയണ്ടേ? കാഴ്ച കാണുമെന്ന് നിൽക്കുന്നോടാ. ഓ, ഇപ്പൊ എന്തൊരു ഉഷാറ്. സദാനന്ദനെ വീട്ടുനടയിലിട്ട് വെട്ടിക്കൊന്ന പരമദുഷ്ടനെ കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞോ? പോലീസിനും നീതിപടത്തിനും ഒന്നും അയാളെ തൊടാൻ പറ്റില്ലായിരിക്കും. പക്ഷേ മുകളിലൊരുത്തനെല്ലാം കാണുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ പിടിയിന്ന് അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഓ, ഇപ്പൊ ദൈവവും ദുഷ്ടന്മാർക്കാ കൂട്ട്. ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ദുഷ്ടന്റെ ഭാര്യയ്ക്ക് മോക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവണം. കോളേജിൽ കയറാതെ തിരിച്ചു പോന്നു. വെള്ളം പോലും കുടിച്ചിട്ടില്ല എത്ര നേരമായിട്ടും. ഇനി പഠിക്കാൻ പോണില്ലെന്നാ പറയണേ.
നിർത്തി. അച്ഛൻ അതൊക്കെ നിർത്തി. ഇനി പുതിയൊരു ജീവിതം അച്ഛൻ്റേത്. നീയും കഴിഞ്ഞതൊക്കെ മറക്കണം. എന്റെ മോള് കോളേജിൽ പോണം, പഠിക്കണം. മറ്റൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എന്താ നീ ഒന്നും മിണ്ടാത്തെ? അച്ഛൻ നിന്റെ കാല് പിടിക്കാം, മാപ്പ് ചോദിക്കാം. ഹലോ. ആ ശരി, വരാം. ലക്ഷ്മി, കട അടച്ചോ, ഞാനൊന്ന് പുറത്തു പോന്നു. ആ, നീ അറിഞ്ഞില്ലേ, എന്റെ മോളൊരു തോന്നിയാസം കാണിച്ചു. കോളേജിൽ ഉയർന്ന ക്ലാസ് പഠിക്കുന്ന ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി. വീട്ടിലെന്ത് കുറവുണ്ടായിട്ടാ. ആ, ഏതായാലും അവരുള്ള സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. സോമനും കൂട്ടരും കൂടെ വരും. പോയി പെണ്ണിനെ പിടിച്ചോണ്ട് വരണം. ചെറുക്കനെ കൊല്ലണ്ട, പക്ഷെ കാല് വെട്ടിയെടുക്കണം. ഇനി അവൻ ആയുസിൽ പ്രേമിക്കാൻ നടക്കരുത്. മുതലാളി, ഞാൻ മുതലാളിയെ കാണാനിരിക്കായിരുന്നു. ഞാൻ അടിയും കുത്തുമൊക്കെ നിർത്തി. മുതലാളി, എനിക്ക് വേറെന്തെങ്കിലും പണി തരണം. ലോകം പോണ പോക്കേ, നീയും അങ്ങ് സമാധാനവാദിയാവാൻ തീരുമാനിച്ചോ? എടാ പ്രതാപ, നിനക്ക് തരാൻ ഇവിടെ വേറെ പണിയൊന്നുമില്ല. വെറും ഗുണ്ടയുടെ പണി മാത്രം. അത് ചെയ്യാൻ നീ എന്ന് തയ്യാറാവുമോ അന്ന് എന്നെ വിളിച്ചാ മതി. ആ പിന്നെ വല്യച്ഛയുടെ കല്യാണത്തിന് എടുക്കാൻ ഒരു ഡ്രസ് സെലക്ട് ചെയ്യണം. നീ കൂടെ ഒന്ന് വാ. നിന്റെ സെലക്ഷനാ സൂപ്പർ. അയ്യോ ഞാനില്ല, വൈകിപ്പോവും. ഇല്ല, നമ്മളിന്ന് പതിവിന് നേരത്തെ ഇറങ്ങിയതല്ലേ, ഡ്രസ് എടുത്തിട്ട് പോയാ മതി. പതിവ് സമയത്തേന് മടങ്ങാം. വാടി, സമയത്ത് എത്തിക്കുന്നവരെ ഞങ്ങൾ ഏറ്റു. വേണ്ടടി, വാ വേഗം പോവാ. എന്താ വേണ്ടത്? പട്ടുസാരികൾ നോക്കട്ടെ, വരൂ. ഏത് റേഞ്ചിലുള്ളത് വേണം? 1000 മുകളിൽ. 2000 എക്സീഡ് ചെയ്യാനും പാടില്ല. കാർത്തിക 2-3 മാറ്റി വെക്കട്ടെ, നമുക്കത് നോക്കിട്ട് വരാം. സമയം കളയണ്ടല്ലോ, വാ. അത് നോക്കട്ടെ, ആ നീല. ഇതാണോ? ആ, ഇത് നന്നായിരിക്കും. അതൊന്നെടുത്തേ. അയ്യോ, ഈ കുട്ടി കാർത്തി, 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 എന്താ കാർത്തി, എന്ത് പറ്റി? കാർത്തു, മോളെ, മോളെ, മോളെ. കുട്ടിയുടെ ഫാദർ വന്നോ? ഞാനാ. ദേ ഡോക്ടർ വിളിക്കുന്നു. ആന്റി കരയാതെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ, കാർത്തികയുടെ ഫാദറല്ലേ? അതെ. ഇരിക്കൂ. എന്താ ഡോക്ടർ മോൾക്ക്? കുട്ടിക്ക് തലച്ചോറിനകത്ത് രക്തക്കുഴലുണ്ടായ ഒരു വീക്കമാണ്. തക്ക സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അടിയന്തരമായ ഒരു ഓപ്പറേഷൻ വേണം. അത് ഇന്ന് തന്നെ ചെയ്യണം. അതിന് 30,000 രൂപ വേണ്ടിവരും. പകുതി ഇപ്പൊ കെട്ടിവെക്കണം, ബാക്കി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മതി. ശരി ഡോക്ടർ, എങ്ങനെ അവളെ രക്ഷപ്പെടുത്തണം?
പ്രതാപൻ. അന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ ഞാൻ റെഡിയാ. ആ ശരി ശരി, ഞാൻ എന്താ വരുന്നു. വാ വാ. എന്താ പെട്ടെന്ന് പിന്നെയും മനസ്സ് മാറ്റിയത്? വിധി അല്ലാന്താ. ശരി, ഞാൻ നിനക്ക് പണി തരാം. പണമാണ് എന്റെ പ്രശ്നം. ഞാൻ നിനക്ക് പണം തരുന്നുണ്ടല്ലോ. പതിവുള്ള 25 ഇപ്പോഴും ഞാൻ തരും. എനിക്ക് 30 വേണം. അഡ്വാൻസ് പതിവുള്ള 5 പോരാ 15 വേണം. ഓഹോ, അപ്പൊ നീ അങ്ങ് മാറിപ്പോയി. മാറിയതൊന്നും അല്ല മുതലാളി. ആശുപത്രി കിടക്കുക എന്റെ മോള്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 30 തികച്ചും വേണമെന്നാ. ഈ തുക കിട്ടാൻ വേണ്ടി ദൈവത്തെ വേണമെങ്കിലും ഞാൻ കൊന്നുതരാം. അത് ശരി. അപ്പൊ പെൺമക്കളാണ് നമ്മുടെയൊക്കെ പ്രശ്നം. എടാ, എന്റെ മോളും ആശുപത്രിയിലാ. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. നീ ഇപ്പൊ കൊല്ലാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ, അവള് ഒരു മോളാ. ഈ വർത്താനം എനിക്ക് കേൾക്കണ്ട. ഇന്ന് എന്റെ മോളുടെ ഓപ്പറേഷൻ, നാളെ മോലാളുടെ ഓപ്പറേഷൻ. അതും തീർത്ത് ഞാനിങ്ങ് വരും. അപ്പൊ ബാക്കി പണം തരണം. ആ ശരി ശരി. എന്നാ നീ ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നഗരത്തിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് എത്തുന്ന ബസ്സിലാണ് അവൾ അരശിൻമുട്ടിൽ വന്നിറങ്ങുക. ബസ് ഇറങ്ങിയ പഞ്ചായത്ത് റോഡിലൂടെ അവൾ നേരെ നടക്കും. പൊതുവെ ആൾപെരുമാറ്റം കുറഞ്ഞ സ്ഥലമാണത്. അവളുടെ കൂടെ നടക്കാൻ ആരും ഉണ്ടാവില്ല. വളവ് കഴിഞ്ഞാൽ പിന്നെ വിജന പ്രദേശമാണ്. കുറച്ചു ചെല്ലുമ്പോ ഒരു വശത്തായി കരിമ്പിൻകാട്. ഈ കരിമ്പിൻകാടിനടുത്താണ് പാതാളക്കര. കരിമ്പിൻകാട് കഴിയും മുമ്പേ കത്തി അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കണം. പിന്നെ ശരീരം പാതാളക്കയത്തിലേക്ക് വലിച്ചെറിയണം. ക്ലാസ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടുന്നില്ലല്ലോ. ബെല്ലടിക്കുന്നേം കാത്തിരിക്കല്ലേ റാഞ്ചി കൊണ്ടുപോകാൻ. അല്ല, നീ പറയാത്ത എന്താ ബസ്സിൽ വന്നോളാന്ന്? പറഞ്ഞാലുടൻ അംഗീകരിച്ച് കിട്ടും. എനിക്ക് മടുത്തു പ്രവീൺ ഈ തടങ്കൽ പാളയത്തിലെ ജീവിതം. നിക്ക്, കണ്ടോ, കാറ് പതിവ് സ്ഥാനത്തുണ്ട്. വാമദേവൻ അതിനകത്തിരുന്ന് എന്റെ ഓരോ ചലവും നിരീക്ഷിക്കായിരിക്കും. എന്നാ പിന്നെ ഞാൻ പോവാം. മോളൊരു കാര്യം ചെയ്യും, ആ സഞ്ചരിക്കുന്ന തടങ്കൽ പാളയത്തിലേക്ക് കയറിപ്പോയ്ക്കും. ഒരു വാമദേവൻ. ഇന്ന് രാമചന്ദ്രൻ വരാൻ അല്പം വൈകിയായിരുന്നു. അപ്പോ പിന്നെ മുതലാളിയും കൊണ്ട് ഗസ്റ്റ് ഹൗസിൽ പോകണമെന്ന് എന്നോട് സൂചിപ്പിച്ചായിരുന്നു. പിന്നെന്താ പോവാത്തത്? അപ്പോഴേക്കും രാമചന്ദ്രൻ വന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വാമദേവന് വീടും കൂടിയൊന്നുമില്ലേ? ഒരു ദിവസമെങ്കിലും ഒരു സ്വന്തം ആവശ്യത്തിന് പോയിക്കൂടെ? എനിക്ക് മറ്റുള്ളവരെ പോലെ കുറച്ചുകൂടെ നടക്കാലോ. ആരോഗ്യത്തിന് നല്ലതല്ലേ? ഒറ്റ ദിവസമെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും എത്തിയില്ലെങ്കിൽ പണി പിന്നെ കാണൂലെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്, അറിയാമോ? പണി പോയാ പിന്നെ ഞാൻ എങ്ങനെ കഞ്ഞി കുടിക്കും കുഞ്ഞെ? കൊള്ളാം, നല്ലൊരു മുതലാളിയും ഡ്രൈവറും. അയ്യോ, അതാണ്ട മുതലാളി. കുഞ്ഞിനെ ആക്കിയിട്ട് വണ്ടിയും കൊണ്ട് ഗസ്റ്റ് ഹൗസിലോട്ട് ചെല്ലാം. വലിയ വലിയ ആളുകളല്ലേ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാവും. ഫാക്ടറി അവിടെ വരുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടാ ഇത്രയും സ്ഥലം ഞാൻ അവിടെ വാങ്ങിയിട്ടത്. സംഗതി നടന്നില്ലെങ്കിൽ വാങ്ങിയ വിലയ്ക്ക് പോലും വിറ്റുപോയില്ലെന്നറിയാലോ. കാര്യം ഫാക്ടറി അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ആ ശേഖരനും കൂട്ടരും ശ്രമം നടത്തുന്നുണ്ടെന്നത് നേര് തന്നെ. പക്ഷെ മിനിസ്റ്റർ എന്റെ സ്വന്തം ആളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ പിടിച്ചെടുത്തേ കാര്യം നടക്കൂ. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിലും ഞാൻ കുറവ് വരുത്തിയിട്ടില്ലെന്ന് ഓർക്കണം. 5-ാം നമ്പർ മുറി ഞാൻ എടുത്തിട്ടുണ്ട്. ആരും കാണാതെ അതിനകത്തോട്ട് അങ്ങോട്ട് കയറിയാൽ മതി. കടൽ കടന്നു വന്ന ഉഗ്രൻ സ്കോച്ചും ഉണ്ട് അതിനകത്ത്. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങളുടെ മനസ്സിളക്കിയ ആ 16-കാരിയും അവളെ കിട്ടിയോ? പിന്നെ കിട്ടാതെ നിങ്ങളുടെ എന്ത് ഇഷ്ടം ഞാൻ സാധിച്ചു തരായിരുന്നിട്ടുള്ളത്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതിന്റെ പാതി നിങ്ങൾക്കുള്ളതാ. അത് മറക്കണ്ട. സാറേ, അതെ
ആ പെണ്ണിന്റെ തന്തയ്ക്ക് കാശ് പോരാന്ന് പറഞ്ഞു. പോരാന്നോ? കഴിഞ്ഞ തവണ കൊടുത്ത അതേ തുകയാണല്ലോ കൊടുത്തത്. അല്ല, അത് പോരാന്ന്. ഇപ്പൊ അതിന്റെ ഇരട്ടിയാ റേറ്റെന്ന്. നമ്മളെക്കാളും മുന്നിലാണല്ലോ ഈ വിറ്റകളുടെയൊക്കെ മുന്നേറ്റം. കൊടുത്തോ. ഓ, എടി, നിനക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള വല്ലതും എടുത്ത് വായിക്കണമെന്നുണ്ടോ? സദാ ഈ ടിവിയിലെ ഗോഷ്ടികൾ കണ്ടെങ്കിൽ ഇരുന്നേച്ചാ മതി. ആവശ്യത്തിന് വായിക്കുന്നുണ്ടല്ലോ. 24 മണിക്കൂർ വായിച്ചോണ്ടിരുന്ന തലയ്ക്ക് വട്ടുപിടിക്കും. നീയൊക്കെ കൂടെ മറ്റുള്ളവരെ വട്ടുപിടിപ്പിക്കുന്നേ ഉണ്ടല്ലോ. മൂത്തത് ഒരു ഉരുപ്പടി. തന്ത ലക്ഷങ്ങൾ വാരിക്കൊടുത്ത് എഞ്ചിനീയറിംഗിന് ഒരു അഡ്മിഷൻ വാങ്ങി. എന്നിട്ട് അവന് കോളേജിൽ പോകാൻ സമയമുണ്ടോ? അടിപിടിയും വേണ്ടാതീനങ്ങളുമായിട്ട് കൂട്ടും കൂടി ഇവിടെ തന്നെ കൂടിയിരിക്കല്ലേ. എന്നെ കേൾപ്പിക്കുകയാണെങ്കിൽ ഇത്ര ഒച്ച വേണ്ട, ഞാനിവിടെ ഉണ്ട്. നിന്നെ എന്ത് കേൾപ്പിക്കാനാ? കേൾപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? പ്രയോജനമൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്കിപ്പോ കുറച്ച് പണം വേണം. ഇത് കൊള്ളാം. പണമോ? പണം ഉണ്ടാക്കുന്ന ഞാനാണോ? നിന്റെ തന്തയല്ലേ? അങ്ങേരോട് പോയി ചോദിക്കും. തന്തയോട് ചോദിച്ചാൽ കിട്ടില്ല, അല്ല തള്ളയോട് ചോദിക്കുന്നത്. എങ്ങനെ അങ്ങേര് തരുവടാ? തിരുനെൽവേലി കോളേജിൽ പോണെങ്കിൽ സ്വന്തം കാറ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ 5.5 ലക്ഷത്തിന്റെ പുത്തൻ കാറ് നിനക്ക് മേടിച്ച് തന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഒരുത്തനെ ഇടിച്ചു കൊന്നതിന്റെ കേസ് മാത്രം ബാക്കി. വണ്ടിയുടെ പൊടി പോലും കാണാനുമില്ല. ഇതാണ് ഈ തള്ളക്ക് പുത്രസ്നേഹമില്ലെന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു മേജർ ആക്സിഡന്റ് ഉണ്ടായിട്ട് കാറ് തവിട് പൊടിയാവുകയും ഒരുത്തൻ വടിയാവുകയും ചെയ്തിട്ട് ഈ മകൻ രക്ഷപ്പെട്ട തള്ളക്ക് ഒരു സന്തോഷവും. നിനക്കൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നല്ലേ പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എന്നെ വടിയാക്കിയപ്പോൾ ഒരു സന്തോഷം കണ്ടില്ലേ? സ്നേഹത്തിന്റെ അർത്ഥം അറിയാത്തൊരു അമ്മയോ സഹോദരി. ഓ, സ്നേഹത്തിന്റെ മൂർത്തീകരണമായൊരു സഹോദരൻ. അധികം പരിഹാസം വേണ്ട, അത് നിനക്ക് ആപത്താണ്. അമ്മേ, നിങ്ങളിപ്പോ പണം തരുന്നുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞില്ല, എന്റെ ഈ പണം ഇല്ല. ഇവന് തല ഇടിച്ചു വീഴും. പേര് കള്ള ഇനി വന്നേരെ വളർത്തിയിട്ടെ ദോഷം ഈ ചേട്ടന്. അതേടി, നിനക്കുണ്ടാ ദോഷം. എന്റെ ഈശ്വര, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റ്. എല്ലാം എന്റെ തലയിലെഴുത്ത്. എത്തിയോ? ബെല്ലടിച്ചാ ഉടനെ വന്ന കഥ ഓർന്നോടെ. നട്ട പാതിരയ്ക്ക് കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്തുന്ന പോരാ, നിങ്ങളുടെ വായിരിക്കുന്നത് കേൾക്കണോ? ഇങ്ങോട്ട് കേറി വാ മനുഷ്യ. അടുത്ത് പൂക്കുറ്റിയായിട്ട് വന്നിരിക്കുന്നു. നിനക്ക് വന്ന് കഥ ഓർക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നീ തുറക്കണടി. പക്ഷെ മാസാമാസം ഞാൻ ശമ്പളം കൊടുത്ത് തീറ്റി പറ്റുന്ന കുറെ മേലെ ഇവിടെ. അതുങ്ങളെന്താ വന്ന് തുറക്കാത്ത? രാത്രി 1 മണിയായില്ലേ? എല്ലാം നല്ല ഉറക്കവാ. നന്ദിയില്ലാത്ത വർഗങ്ങള്. അതെ, അടിമത്ത് എത്ര ഡിഗ്രിയിൽ എത്തുമ്പോഴാ ഈ നന്ദി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നേ? നീ മിണ്ടിപ്പോയത്. മിണ്ടാൻ എനിക്ക് ഒരു കൊതിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ചോദിക്കണം. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ ലോകം വെട്ടിപ്പിടിക്കുന്നേ? ഭാര്യയ്ക്കും മക്കൾക്കും അതുകൊണ്ട് പ്രയോജനം ഇല്ലെങ്കിൽ കടന്നുപോടി മുതലേ എന്റെ മുമ്പിൽ കടന്നു പോ. വലിയ കഷ്ടം തന്നെ മനുഷ്യന്റെ കാര്യം. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. ഇനി ഒരു നിമിഷം പോലും അവിടെ കഴിയാൻ എനിക്ക് വയ്യ. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ നിന്നെ സ്വന്തമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
പക്ഷെ എന്റെ പരിതസ്ഥിതികൾ നിനക്കറിയാലോ. സെയിൽസ്മാനായി ജോലി നോക്കിയാ ഞാൻ പഠിക്കുന്ന തന്നെ. ആ ചെറിയ വരുമാനത്തിൽ പങ്കുപറ്റി ഞാൻ ജീവിച്ചോളാം. അങ്ങനെ നമ്മൾ ജീവിക്കാൻ നിന്റെ അച്ഛൻ അനുവദിക്കും തോന്നുന്നുണ്ടോ? എന്തായാലും നാളെ തന്നെ നമുക്ക് സ്ഥലം വിടാം. ഇവിടെ നിൽക്കണ്ട. രാവിലെ പോയാലേ പറ്റൂ. വൈകുന്നേരമല്ലേ അച്ഛൻ അറിയും. അന്നേരം 4 പാടം തിരക്കിയാലും പിടി കിട്ടരുത്. ഇപ്പോഴാ ജീവിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടാകുന്നത്. ശരി. എന്താ രോഹിണി തിരിച്ചു പോന്നേ? ഒരു കാര്യം മറന്നു. ശ്വാസം നേരെ വീണത്. സന്ധ്യയ്ക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തും. കാടിന് നടുവിലുള്ള ഒരു കുഗ്രാമമാണ്. അടുത്തെങ്ങും ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ ഇല്ല. നിന്റെ അച്ഛൻ 18 അടവും വയറ്റിയാലും നമ്മളെ കണ്ടെത്താൻ പോകുന്നില്ല. ഈ കാടിന്റെ നടുവില് അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ഒറ്റയ്ക്കെന്ന് പറഞ്ഞൂടാ. അമ്മാവന്റെ ഒരു അകന്ന ബന്ധു സഹായത്തിനുണ്ടായിരുന്നു. ഇപ്പൊ അയാള് വയസ്സായി കിടപ്പില്ല. അമ്മ ഇപ്പൊ അയാളെ സഹായിക്കുക. അമ്മാവൻ മരിച്ചപ്പോ നാട്ടിലേക്ക് വരാൻ ഒരുപാട് വിളിച്ചതാ. പക്ഷെ ഇവിടം വിട്ട് എങ്ങോട്ടും ഇല്ലെന്ന് ഒറ്റ വാശിയിലായിരുന്നു അമ്മായി. അതെന്താ? അമ്മായി ഒരു വലിയ പൊതുക്കാരി പ്രസക്തിയാ. ഈ കാട്ടിലെ സമരങ്ങളെ പറ്റിയൊക്കെ നീ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അതിലൊക്കെ അമ്മായി പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുമായിട്ടും വലിയ ബന്ധാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇവിടെ സുരക്ഷിതമാണ്. ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിൽ അബദ്ധം പറ്റാൻ വഴിയുണ്ട്. വാ. അമ്മായി, അമ്മായി, ഇവിടെ ഒന്നും ആരും ഉള്ള ലക്ഷണമില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. എന്തായാലും അമ്മായി വരാതിരിക്കില്ലല്ലോ. എഴുന്നേക്കാൻ വയ്യാത്തൊരു അപ്പൂപ്പനുണ്ടെന്ന് പറഞ്ഞതോ? ശരിയാണല്ലോ. ഇനി അപ്പൂപ്പനകത്താക്കി വീട് കൂട്ടി പോയതാണോ? അമ്മായി, അമ്മായി, ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നത്. അമ്മായി, അമ്മായി, ഒരു രക്ഷയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. അല്ലാതെ നീ എന്ത് ചെയ്യാനാ? അയ്യോ, ഒരുപക്ഷെ അമ്മ ഇവിടുന്ന് താമസം തന്നെ മാറ്റിയെങ്കിലോ? അയ്യോ, ദേ അറം പറ്റുന്ന വർത്താനം പറയല്ലേ. നീ വന്നേ, ഇവിടെ ഇരി. വാന്ന്. അമ്മായി വരുന്നത് വരെ ഇവിടെ ഇരിക്കാം. എന്താ ഈ കാട്ടിന് നടുവിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? വലിയ മാളികയിൽ വിലപിടിച്ച കട്ടിൽ കിടന്നപ്പോഴൊന്നും എനിക്ക് ഉറക്കം വരാറില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സമാധാനം നിനക്ക് മനസ്സിലാവില്ല. എന്നാലും നമ്മുടെ ഒരു തലയിലെഴുത്തെ ആദ്യ രാത്രി കാടിന്റെ നടുക്ക് ഈ പൂട്ടിയിട്ട വീടിന്റെ വരാന്ത ആഘോഷിക്കാനായിരിക്കും നമ്മുടെ വിധി. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലെങ്ങനെ? അസാധാരണം, അവിസ്മരണീയം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രാത്രി നമുക്ക് കിട്ടിയില്ലേ? കൊള്ളാം. നീ എന്നാ ലിറ്ററേച്ചർ പഠിച്ചേ? ആരോ വരുന്നുണ്ട്. അമ്മായി ആയിരിക്കും. അവിടെ ആരോ ഉണ്ടല്ലോ ഏട്ടത്തി. ആരാ അത്? ഞാനാ പ്രവീണ. അമ്മായിക്കെന്നെ മനസ്സിലായില്ലേ? നീയോ? ഇതാരോ നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ മരുമോനാ പ്രവീണൻ. ആരാടാ ഈ പെങ്കൊച്ച്? അത് എന്റെ ഭാര്യ. ഭാര്യയോ? എടാ, മുട്ടേന്ന് വിരിയുന്നതിന് മുന്നേ പെണ്ണും കിട്ടിയോ? അമ്പട വിരുതാ. എന്നിട്ട് നീ അമ്മായി അറിയിച്ചില്ലല്ലോ. അതൊക്കെ ഞാൻ പറയാം അമ്മായി. ശരി ശരി, എന്ന് നിങ്ങൾ ചെല്ലു. യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം കാണും കുട്ടിയൊക്കെ. ഞാനേ ഇവരുടെ ഒരു മീറ്റിങ്ങിന് പോയതാ. നല്ല സ്നേഹമുള്ള ആൾക്കാരാ.
അല്ല അമ്മായി, ഇവിടെ ഉണ്ടായിരുന്ന അപ്പൂപ്പൻ എവിടെ പോയി? അപ്പൂപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് മീറ്റിങ്ങിനും പ്രവർത്തനത്തിനൊന്നും പോവാൻ പറ്റാതായി. അപ്പൊ ഈ പിള്ളേരെല്ലാം കൂടി അങ്ങേരെ കൊണ്ടുപോയി വയോജന കേന്ദ്രത്തിലാക്കി. ഇപ്പൊ ഞാൻ ശരിക്കും സ്വതന്ത്രയാ. എന്നാലും ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മായി താമസിക്കുന്നത്? കാടിന് എന്തിനാണ് പേടിക്കണേ? അപ്പൊ ഈ കാട്ടിൽ മൃഗങ്ങളില്ല അമ്മായി? മൃഗങ്ങളുണ്ട്, പക്ഷെ മനുഷ്യ മൃഗങ്ങളില്ല. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. ഇനി കുറെ കാലത്തേക്ക് അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായി അമ്മായി ഒറ്റയ്ക്ക് താമസിക്കണ്ട, ഞങ്ങളും കൂടെ കാണും. അതെന്താടാ? അതൊക്കെ ഒരു നീണ്ട കഥയാ, എല്ലാം പറഞ്ഞുതരാം. ഓ, ഒരു ധൃതിയും ഇല്ല. നിങ്ങൾ പോയി ഡ്രസ്സെല്ലാം മാറും. ആ പിന്നെ അമ്മാവൻ കിടന്ന് ഒറ്റ കട്ടിലേ എവിടെ ഉള്ളൂ. അത് സാരമില്ല, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്നല്ലേ അമ്മായി. വാ. നീ പറഞ്ഞതുപോലെ അവിസ്മരണീയം തന്നെ. കാതോർത്ത കാടിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. ഇങ്ങനെ എത്ര നാൾ? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പോ വേറൊന്നും ഓർക്കണ്ട. തണുത്തു വരയ്ക്കുന്നു. ഒക്കെ ശീലായിക്കോളൂ. അതെ, സമയം ഒരുപാടായി. വന്നേ. ചേട്ടത്തിയേ, ചേട്ടത്തിയേ. ആ കൊച്ചുങ്ങൾ വന്നേ പിന്നെ നിങ്ങളെ പുറത്തോടൊന്നും കാണാനില്ലല്ലോ. ഇങ്ങനെയായാലും എങ്ങനാ? ഇന്ന് വാസുവിന്റെ വീട്ടിൽ വെച്ച് യോഗം കൂടുന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. എന്നാ വാ, ഏട്ടത്തെ പിടിച്ച പിടിയാലെ കൊണ്ടുവരാൻ വന്നിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധുക്കളെ കണ്ടില്ലല്ലോ, ഇങ്ങനെ വിളിക്ക്. ഓ, പരിചയപ്പെടലൊക്കെ പിന്നെ ആവാം. നേരെ പോണോ? വാ, നമുക്ക് പോവാം. ഓ, ഒന്ന് കാണാൻ എത്ര സമയം വേണം? ഏട്ടത്തെ അവരെ ഒന്ന് വിളിക്കേ. പ്രവീണ, ഇങ്ങ് വാ. ഇവർക്ക് നിന്നെ കാണണമെന്ന്. പ്രവീണ. അല്ല, ഈ ടൗണിൽ ജീവിക്കുന്നവർക്കൊക്കെ എന്താ എത്ര നാണം? ആ പെണ്ണവിടെ വിളിക്കുന്നേ. എന്നാ നമുക്ക് പുറപ്പെടാം. വരി. എനിക്കാകെ പേടിയാവുന്നു. നമുക്ക് ഇവിടുന്ന് പോയാലോ? പേടിക്കാനൊന്നുമില്ല. ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകാനാ? കേരളത്തിന് വെളിയിൽ എനിക്കൊരു പരിചയമില്ല. മാത്രമല്ല നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നുമില്ലല്ലോ. ഇവിടെ ആകുമ്പോ തിന്നും കുടിച്ചും കൂടാ. നിന്റെ അച്ഛന്റെ ചൂട് ശമിക്കുമ്പോ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യാം. എന്തോ എന്റെ മനസ്സിൽ നിറയെ പേടിയാ. ഇവിടുന്ന് പോണതാ ബുദ്ധിയെന്ന് മനസ്സ് പറയുന്നു. എല്ലാം നിന്റെ മനസ്സിന്റെ തോന്നല. എനിക്കതല്ല. കാട്ടിൽ വന്നിട്ട് ഈ കാട് ചുറ്റി നടന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. എടാ, നീ വിഷമിക്കാതെ. അമ്മ ഇങ്ങി വരട്ടെ. വേറെ എവിടെ പോണോന്ന് അപ്പ ആലോചിക്കാം. വാ. കണ്ടോ, നടന്നു വന്നതിന് പ്രയോജനം ഉണ്ടായി. അതെ, നമുക്ക് ഈ നാഗങ്ങളോടൊന്ന് പ്രാർത്ഥിച്ചാലോ? അയ്യോ പ്രവീൺ, ഇവിടുന്ന് ചുറ്റിത്തിരിയണ്ട. നമുക്കൊന്ന് തിരിച്ചു പോകാം. നീ ബഹളം വെക്കാതെ. ഈ നാഗങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. തിരിച്ചു ചെല്ലുമ്പോ അമ്മയോട് ഈ സർപ്പങ്ങളുടെ ഐതിഹ്യം ഒന്ന് അന്വേഷിക്കണം. എന്റെ സർപ്പദൈവങ്ങളെ, ഈ രോഹിണിയുടെ ആ ദുഷ്ടൻ തന്ത ഒരു കാലത്ത് ഞങ്ങളെ കണ്ടുപിടിക്കാതെ കാത്തോളണേ ഭഗവാനെ. പ്രവീൺ വരൂ, ആരെങ്കിലും കാണും. നമുക്ക് പോവാം. നീ അറിഞ്ഞില്ലേ, എന്റെ മോളൊരു തോന്നിയാസം കാണിച്ചു. കോളേജിൽ ഉയർന്ന ക്ലാസ് പഠിക്കുന്ന ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി കളഞ്ഞു. വീട്ടിൽ എന്ത് കുറവുണ്ടായിട്ടാ? ഏതായാലും അവരുള്ള സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോമനും കൂട്ടരും കൂടെ വരും. പോയി പെണ്ണിനെ പിടിച്ചോണ്ട് വരണം. ചെറുക്കനെ കൊല്ലണ്ട, പക്ഷെ കാല് വെട്ടിയെടുക്കണം. ഇനി ആയുസിൽ പ്രേമിക്കാൻ നടക്കരുത്. മുതലാളി, ഞാൻ മുതലാളിയെ കാണാനിരിക്കായിരുന്നു. ഞാൻ ഈ അടിയും കുത്തുമൊക്കെ നിർത്തി. എനിക്ക് മുതലാളി വേറെ വല്ല പണിയും തരണം. ലോകം പോകുന്ന പോക്കേ. നീ അങ്ങ് സമാധാനവാദിയാവാൻ തീരുമാനിച്ചോ? എടാ പ്രതാപ, നിനക്ക് തരാൻ ഇവിടെ വേറെ പണിയൊന്നുമില്ല. ഒരു ഗുണ്ടയുടെ പണി മാത്രം. അത് ചെയ്യാൻ എന്ന് നീ തയ്യാറാവുന്നുവോ അന്ന് വിളിച്ചാ മതി. വീട്ടിലൊരു ചായ പോലും ഉണ്ടാക്കാത്ത നീ പാചകരത്നായി പോയല്ലോ. അതും ഗ്യാസ് പോലും ഇല്ലാതെ. എല്ലാം അമ്മയുടെ ടീച്ചിങ്ങിന്റെ ഗുണ. എന്തായാലും നിന്നിൽ ഒരു പാചക വിദഗ്ധ ഒളിഞ്ഞടപ്പുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് വൈകുന്നേരം കാട്ടിൽ കുറിച്ച് നടന്നിട്ട് വരാം. അച്ഛൻ എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നത്. നോക്കിട്ട് വരാം. നിന്റെ കെട്ടോളങ്ങി വിളിയടാ.
ആശുള്ളവന്റെ വീട്ടിലെ പെണ്ണിനെ അടിച്ചോണ്ട് കിടക്കുന്നില്ല. മനുഷ്യമൃഗങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തെറ്റിപ്പോയി മോനെ, തെറ്റിപ്പോയി മോനെ. ഇനി ഈ മുറിയിൽ പുറത്തു പോകുന്നത് കാണട്ടെ. ഇവളിനി പുറത്തു പോയാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന നീയായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരാളെ കൊണ്ട് ഇവളെ താലി കെട്ടിക്കണം. അതിനുശേഷം ഇവളെ പുറത്തു വിടാവൂ, കേട്ടോ? തന്തേം തള്ളേം മാനം കെടുത്താൻ നടക്കുന്ന മൂദേവി, അനുഭവിക്കടി, നീ അനുഭവിക്ക്. നീ അവിടെ കിടക്ക്. അവൾക്ക് എന്ത് പറ്റിയാലും എനിക്കൊന്നുമില്ല. അവളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കൊണ്ടേക്കോ. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എടുത്ത് ചെലവാക്ക്. ആ, എന്നെ ഒന്നിനും കാക്കണ്ട. അന്ന് നഷ്ടപരിഹാരം തന്നു വിട്ടപ്പോ ഞാൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? ഇനി ഒരിക്കലും എന്റെ മുന്നിൽ വന്നു പോരുതെന്ന്. വന്നാ പിന്നെ ഒരിക്കലും നീ എന്നെ കാണില്ലെന്ന്. എനിക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. പിന്നെ ആർക്ക് വേണ്ടി? അയൽക്കാർക്ക് വേണ്ടിയാ? നമ്മുടെ മകൾക്ക് വേണ്ടിയാ. നമ്മുടെ മകളോ? അതേത് മകള്? എനിക്കൊരു മകളേ ഉള്ളൂ. അവൾ എന്റെ വീട്ടിലുണ്ട്. തർക്കിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. അന്ന് നമ്മൾ പിരിയുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആരോഗ്യം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കൂടി ശേഷിയില്ല. എന്റെ
പകല് കിടന്ന് വിടാപ്പാട് പെടുകയാണ്. പഠിച്ചു നടക്കേണ്ട പ്രായത്തില് അവൾ അമ്മയെ ശുശ്രൂഷിച്ച് കഞ്ഞിക്കുള്ള വകയും ഉണ്ടാക്കി. നിർത്ത്. എനിക്ക് നിന്റെ പ്രസംഗം കേട്ട് നിൽക്കാനുള്ള സമയമില്ല. നിനക്കെന്താ വേണ്ടത് അത് പറ. എനിക്കിനി അധിക കാലം ആയുസില്ല. മോൾ അനാഥയാവരുത്. നിങ്ങൾ അവളെ ഏറ്റെടുക്കണം. ലോകത്തുള്ള അനാഥരെ മുഴുവൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് ഞാൻ എവിടെയും കരാർ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആരും നിങ്ങളോട് പറയുന്നുമില്ല. സ്വന്തം രക്തത്തെ ഏറ്റെടുക്കണമെന്ന് മാത്രം. സ്വന്തം രക്തം? അതിന് നിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഇക്കാലത്ത് തെളിവുണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഓഹോ, അപ്പൊ നിന്നെ ആരോ പഠിപ്പിച്ചു വിട്ടിരിക്കുക. ശരി, എന്നാ നീ ഒന്ന് കേട്ടോ. നിങ്ങൾ ജീവനോടെ ഉണ്ടായിട്ട് വേണല്ലോ അവകാശം തെളിയിക്കാൻ. ദൈവത്തെ ഓർത്ത് ഒരു ദൈവവും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. പറഞ്ഞു കൂടി. ഹലോ. ആ, അതൊക്കെ ഞാൻ അപ്പോഴേ ശരിയാക്കിയില്ലേ. ഏതായാലും നീ പറ്റിയ സമയത്താ വിളിച്ചത്. നീ ഉടനെ ഇങ്ങോട്ട് വരണം. നമുക്ക് വേറൊരു ആവശ്യമുണ്ട്. ആ, ഞാൻ മില്ലിലുണ്ട്. വേഗം വാ. എനിക്ക് 30 വേണം. അഡ്വാൻസ് പതിവുള്ള 5 പോരാ 15 വേണം. ഓഹോ, അപ്പൊ നീയും ആളങ്ങ് മാറിപ്പോയി. മാറിയതൊന്നും അല്ല മുതലാളി. ആശുപത്രി കിടക്കാൻ എന്റെ മോള്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 30 തികച്ചു വേണമെന്നാ. ഈ തുക കിട്ടാൻ വേണ്ടി ദൈവത്തെ വേണമെങ്കിൽ ഞാൻ കൊന്നുതരാം. അത് ശരി. അപ്പൊ പെൺമക്കളാണ് നമ്മുടെയൊക്കെ പ്രശ്നം. എടാ, എന്റെ മോളും ആശുപത്രിയിലാ. പക്ഷെ ഞാൻ തിരിച്ചു നോക്കില്ല. നീ ഇപ്പൊ കൊല്ലാൻ പോണ പെണ്ണുണ്ടല്ലോ, അവളും ഒരു മോളാ. ഈ വർത്താനമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇന്ന് എന്റെ മോളുടെ ഓപ്പറേഷൻ, നാളെ മുതലാളിയുടെ ഓപ്പറേഷൻ. അതും തീർത്ത് ഞാനിങ്ങ് വരും. അപ്പൊ ബാക്കി പണം തരണം. ശരി, എന്നാ നീ ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ പറയാം. നഗരത്തിൽ നിന്ന് സന്ധ്യ കഴിഞ്ഞ് എത്തുന്ന ബസ്സിലാണ് അവൾ അരശൻമൂട്ടിൽ വന്ന. പഞ്ചായത്ത് റോഡിലൂടെ അവൾ നേരെ നടക്കും. പൊതുവെ ആൾപെരുമാറ്റം കുറഞ്ഞ സ്ഥലമാണത്. അവളുടെ കൂടെ നടക്കാൻ ആരും ഉണ്ടാവില്ല. വളവ് കഴിഞ്ഞാൽ പിന്നെ വിജന പ്രദേശമാണ്. കുറച്ചു ചെല്ലുമ്പോൾ ഒരു വശത്തായി കരിമ്പിൻകാട്. ഈ കരിമ്പിൻകാടിനടുത്താണ് പാതാളക്കയം. കരിമ്പിൻകാട് കഴിയും മുമ്പേ കത്തി അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കണം. പിന്നെ ശരീരം പാതാളക്കയത്തിലേക്ക് വലിച്ചെറിയണം. രോഹിണി, ഞാൻ ഇപ്പോഴാ എല്ലാം അറിഞ്ഞത്. രശ്മി കടയിൽ വന്നപ്പോ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? വളരെ ഭേദമുണ്ട്. ഹോ, പേടിപ്പിച്ച് കളഞ്ഞില്ലേ മറ്റുള്ളവരെ. ആന്റി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ ഏൽപ്പിച്ചിട്ട് ഫ്രഷ് ആകാൻ പോയിരിക്കുക. കുട്ടി എവിടുത്തിയാ? ഞങ്ങള് +2 ഒരുമിച്ച് പഠിച്ചതാ. അടിയന്തരമായി ഒരു കുപ്പി ബ്ലഡ് വേണം. അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒരു കുഴപ്പമില്ല, പക്ഷെ ബ്ലഡ് വേണം. O നെഗറ്റീവ്. അയ്യോ, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഫോണുണ്ടോ? അവളുടെ അച്ഛനെ ഒന്ന് വിളിക്കാനാ. മോളെ, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു തരുമോ? അയ്യോ, നമ്പർ ഔട്ട് ഓഫ് റേഞ്ച് ആണല്ലോ ആന്റി. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും മോളെ? ആന്റി വിഷമിക്കണ്ട, ഞാനും O നെഗറ്റീവാ. ഞാൻ കൊടുക്കാം. ആന്റി വരും. ദൈവം മോളെ അനുഗ്രഹിക്കും. രോഹിണി, ഞാൻ പോയിട്ട് വരാം. വരൂ. പഠിക്കാൻ വലിയ മിടിക്കായിരുന്നു അശ്വതി. പണമില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തി. കഷ്ടം. അപ്പോ സംസാരശേഷിയുണ്ട് അല്ലേ?
അതെ, അശ്വതി എന്താ ലേറ്റായേ? ജോലി കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോയി ഒരു കൂട്ടുകാരെ കാണാൻ. അവിടെ വെച്ച് വേറൊരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വന്നു. അങ്കിൾ ആരാ? അശ്വതിയുടെ അയൽക്കാരനാ, കുറച്ച് അപ്പുറത്താ താമസം. അങ്കിളിന് എങ്ങനെ എന്റെ പേരറിയാം? അശ്വതി അറിയാത്തവരാരുണ്ട് ഈ നാട്ടില്? കുറച്ചു ചെല്ലുമ്പോ ഒരു വശത്തായി കരിമ്പിൻ കാട്. ഈ കരിമ്പിൻ കാടിനടുത്താണ് പാതാളക്കയർ. ഇത്ര ലേറ്റ് ആവരുത്, ഒറ്റപ്പെട്ട വഴിയല്ലേ, സൂക്ഷിക്കണം. പേടിക്കാനൊന്നുമില്ല. ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ, ഇവിടെ ആരും എന്നെ ഒന്നും ചെയ്യില്ല. പുറം നാട്ടുകാരോ ഒന്ന് ഉപദ്രവിച്ചാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നല്ല മനുഷ്യരാ. കരിമ്പിൻ കാട് കഴിയും മുമ്പേ കത്തി അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കണം. അശ്വതിയുടെ അച്ഛനാരാ? എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. അങ്കിൾ എങ്ങോട്ട് പോകുന്നു? അശ്വതിയുടെ അമ്മയെ കാണാൻ. അമ്മയെ അങ്കിളിന് അറിയോ? അമ്മയ്ക്ക് തീരെ സുഖമില്ല, നടക്കാനൊന്നും വയ്യ. അമ്മയ്ക്ക് ആവുമായിരുന്നെങ്കിൽ ഞാൻ പഠിക്കാൻ പോയേനെ. അമ്മേ, ഇത്രയും താമസിച്ചപ്പോ അമ്മ പേടിച്ചു പോയി മോളെ. ഇതാരാ? എനിക്കറിഞ്ഞൂടാ. ഞാനൊരു സഹായി. അശ്വതി ബസ്സിറങ്ങി ഒറ്റയ്ക്ക് കിടക്കുന്ന കണ്ട് അവളെ ആരും ഉപദ്രവിക്കണ്ടെന്ന് കരുതി കൂടാണെന്നാ. പോട്ടെ. പാവം, നല്ല മനുഷ്യൻ.